عليكم ورحمة الله وبركاته. بسم الله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال نبيكم صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. ما جف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما. صلوا عليه وسلموا تسليما. حتى لبحر النور جبريل وقف في شته رغبا فودى وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم. صلوا عليه وسلموا تسليما. ओ दानाए सुबुल खत्मुर रसूल ओ दानाए सुबुल खत्मुर रसूल मौलाए कुल जिसने गुबार राह को बख्शा फरोगे वादिये सिना. निगाह इश्क मस्ती में वही अव्वल वही आखिर वही कुरान वही फुरकान वही त्वाहा वही यासीन. അഭിവന്യരായ ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷൻ എറണാകുളം ജില്ലാ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കരുത്തനായ അമരക്കാരൻ അഭിവന്യരായ അബൂബക്കർ ഫൈലി ഉസ്താദ് അവർകളെ, അഭിവന്യരായ നമ്മുടെ ഈ സദസ്സിൽ സന്നിധരായിട്ടുള്ള എറണാകുളം ജില്ലാ SKSSFന്റെ കരുത്തനായ പ്രസിഡന്റ്, നമ്മുടെ ഏവരുടെയും വലിയ പ്രതീക്ഷയായിട്ടുള്ള ബഹുമാന്യരായ സയ്യിദ് ഷഫീഖ് തങ്ങളവർകളെ, വേദിയിലുള്ള SYSന്റെയും
SKSSF-ന്റെയും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ, അഭിവന്യരായ സ്വാഗത ഭാഷണം നിർവഹിച്ച ജില്ലാ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കരുത്തനായ കാര്യദർശി മുഹമ്മദ് അജീസ് സാഹിബ് അവർകളെ, ഈ മഹത്തായ ധന്യമായ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച തെക്കൻ കേരളത്തിലെ ഇസ്ലാമിക ചലനങ്ങൾക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള അഭിവന്യരായ മൂസ ഉസ്താദ്, അഭിവന്യരായ ഫരീദ് ഹാജി, മറ്റു നേതാക്കളെ, രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കൂടിയതും പിരിയുന്നതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിനാകമാനം റഹ്മത്തായിട്ട് കടന്നുവന്ന പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധന്യമായ ഓർമ്മകൾ അയവിറക്കപ്പെടുന്ന റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്ന പുണ്യം ചെയ്ത ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാ വർഷവും ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലൊരു വാർഷിക പരിപാടി, ഒരു മദ്ഹുർ റസൂൽ സംഗമം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്തിന് റഹ്മത്തായിട്ട് AD 570 മക്ക താഴ്വാരത്ത് ഉദയം ചെയ്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇന്ന് അസ്ർ മുതൽ ഈ മഹത്തായ സദസ്സിൽ ഒരുപാട് പരാമർശിക്കപ്പെടുകയുണ്ടായി. ലോകത്ത് പഠിക്കുന്നവർക്ക് മുമ്പിൽ ഇന്നും വിസ്മയമായിട്ട് നിലകൊള്ളുന്ന, അറിയുന്നവരുടെ മുമ്പിലൊക്കെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് നിലകൊള്ളുന്ന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ധർമ്മമാണ്. കർമ്മശാസ്ത്രത്തിലെ പ്രമുഖ ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ, ആ ഫത്ഹുൽ മുഈനിന്റെ തുടക്ക ഭാഗത്ത് ഷാഫി മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മലയാളിയായ മഹാപണ്ഡിതൻ രചിക്കുകയും ഈജിപ്ത് അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ ഷാഫി മദ്ഹബ് പഠിക്കാനുള്ള റഫറൻസ് ഗ്രന്ഥമായിട്ട് അംഗീകരിക്കപ്പെട്ടു പോരുന്ന കിതാബിന്റെ തുടക്കത്തിൽ നിസ്കാരത്തെ പറയുന്നതിനു മുമ്പായിട്ട് മഹാനായ മഖ്ദൂം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നുണ്ട്, അവ്വലു വാജിബിൻ അലൽ ആബായി, മാതാപിതാക്കൾക്ക് ആദ്യമായിട്ട് നിർബന്ധമാകുന്ന കാര്യം, കുട്ടി ജനിച്ചു 3 വയസ്സാകുമ്പോഴേക്കും പ്ലേ സ്കൂളിലേക്ക് ചേർക്കുകയും 3.5 വയസ്സ് 4 വയസ്സാകുമ്പോ ആളുകളുടെ മുമ്പിൽ ABCD പറയുന്ന മകനെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പാട്ടുപാടുന്ന മകളെ പ്രദർശന വസ്തുവാക്കി വെച്ച് അതിൽ അഭിമാനം കണ്ടെത്തുന്ന ഒരു തലമുറയുടെ മുമ്പിൽ ഞാൻ സഗൗരവം ഈ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. അവ്വലു വാജിബിൻ അലൽ ആബാ, മാതാപിതാക്കൾക്ക് ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് അവർ മക്കളെ പഠിപ്പിക്കണം. അയ്യോ അല്ലിമു, അവർ പഠിപ്പിക്കേണ്ടത് അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകർ നബി തങ്ങൾ
അവിടുന്ന് മക്കയിലാണ് ജനിച്ചത്, മക്കയിലാണ് നിയോഗമുണ്ടായത്, മദീനയിലേക്ക് ഹിജറ പോയി, അവിടെയാണ് വഫാത്തായത്. അള്ളാന്റെ റസൂലിന്റെ വാപ്പ അബ്ദുള്ള എന്നവരാണ്, അവിടത്തെ ഉമ്മ ആമിന ബീവി എന്നവരാണ് എന്ന് പഠിപ്പിക്കലാണ് ആദ്യത്തെ ബാധ്യത എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ലൗ അറഫ്തുമൂഹു ലഅഹ്ബബ്തുമൂഹു, ഈ പ്രവാചകരെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ പ്രവാചകരെ നിങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലഅഹ്ബബ്തുമൂഹു, നിങ്ങൾ ആ പ്രവാചകരെ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ലൗ അറഫ്തുമൂഹു, ആ പ്രവാചകരെ അറിഞ്ഞിരുന്നുവെങ്കിൽ. ആരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട വലിയ വിഷയമാണ്. ദൗർഭാഗ്യവശാൽ അള്ളാന്റെ റസൂലിനെ അറിയാനുള്ള വഴികളിൽ നിന്നൊക്കെ ഉമ്മത്ത് ദൂരേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. അള്ളാന്റെ റസൂലിനെ പറ്റി ഈ സദസ്സിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്ന മദ്ഹകൾ പറഞ്ഞുകൊണ്ട് അവസാന ഭാഗത്ത് യാസീൻ ഓതി വാർഷിക സംഗമമാണ്. ഈ കഴിഞ്ഞ വർഷത്തെ വാർഷിക പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ വർഷം നമ്മളോടൊപ്പം ഇല്ല. ഇന്നലകളിൽ ഇതിന്റെ സഹകാരികളായി, ഇതിന്റെ വലിയ ഖാദിമ്യങ്ങളായിട്ടുണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ട് നമ്മൾക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാന്റെ റസൂലിന്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ വാള് പറയുന്ന ആളുകൾ അങ്ങനെ ഒരു ശൈലി ഉണ്ടാവും, ഇങ്ങനെ ഇടക്കിടക്ക് പേര് പറഞ്ഞിട്ട് ഒച്ചത്തിൽ സലാത്ത് ഏൽപ്പിക്കുക. എനിക്ക് അങ്ങനെ ഒരു നീണ്ട വാള് പറയാൻ അറിയില്ല. എന്നാലും നമ്മളിത് മദ്ഹ് റസൂലാണ്. മദ്ഹ് റസൂലിന് അങ്ങനെ പേര് പറഞ്ഞിട്ട് സംഗമിച്ചെടുത്ത് സലാത്തിന് ചെല്ലില്ലെങ്കിൽ അതൊരു വലിയ മോശമാണ്. അതുകൊണ്ട് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നാണ് പേര്. മുഹമ്മദ് എന്ന പേര് എന്തുകൊണ്ട് ആ ഒരു പേര് വെച്ചു എന്ന് നമ്മൾ ചൊല്ലുന്ന മൗലിദിലൊക്കെ അത് കാണാവുന്നതാണ്. 7ാമത്തെ ദിവസമാണ് പേര് വെച്ചത് അബ്ദുൽ മുത്തലിബ്. നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം പേര് പ്രഖ്യാപിച്ചു. എന്റെ പേരക്കുട്ടിക്ക് ഞാൻ നൽകുന്ന പേര് മുഹമ്മദ് എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ അന്നത്തെ കീഴ്വഴക്കം, അന്നത്തെ പാരമ്പര്യം ഏതെങ്കിലും ധീരന്മാരുടെ പേരിടുക, അല്ലെങ്കിൽ ധീരതയെ തോന്നിപ്പിക്കുന്ന പേരിടുക എന്നുള്ളതാണ്. അസദ്, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് അന്ന് മക്കയിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. നമ്മൾ ചൊല്ലുന്ന മൗലിദിൽ നമ്മൾ കാണാറുണ്ട്, അബ്ദുൽ മുത്തലിബിനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഖദ് റഗൈബ്ത അൻ അസ്മാഇ ആബായിക്, നിങ്ങളുടെ പ്രപിതാക്കളിലൊന്നും ഇല്ലാത്ത ഒരു പേരാണല്ലോ നിങ്ങൾ ഈ പേരക്കുട്ടിക്ക് നിങ്ങളെ മകനിട്ടത്. അബ്ദുൽ മുത്തലിബ് നൽകുന്ന മറുപടി, അറത്തു അൻ യഹ്മദഹു മൻ അലൽ ഗബ്റാ, ഭൂമിയിലുള്ളവർ ഈ മകനെ സ്തുതിക്കണമെന്ന്, എന്റെ മകനെ പ്രശംസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രശംസിക്കപ്പെട്ടവൻ എന്ന പേര് നൽകിയത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു പേര് അഹ്മദ് എന്നാണ്. ആഖിറത്തിൽ അവിടുന്ന് അഹ്മദ് എന്ന പേരിലാണ് അറിയപ്പെടുക. വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് അഹ്മദ് എന്നാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അഹ്മദും അഹദ് എന്നത് അള്ളാഹുവാണ്. അഹദ് അള്ളാഹുവാണ്, അഹ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചിന്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. നബി തങ്ങളെ ഒരു പേര് മുഹമ്മദാണ്, മറ്റൊരു പേര് അഹ്മദാണ്. അള്ളാഹു അഹദാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ നബിയെ അങ്ങ് വിളംബരം ചെയ്യണം, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്, അഹദാണ്. അല്ലാഹു അഹദാണ്. നബി തങ്ങളോ അഹ്മദാണ്.
ഇസ്മുഹു അഹ്മദ്. ആ വരാനിരിക്കുന്ന പ്രവാചകന്റെ പേര് അഹ്മദ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനിത് പറയുമ്പോ ഒരൽപ്പം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇങ്ങനെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിലും സുന്നികൾ അങ്ങനെയാണ്, പറഞ്ഞ് ഈ റസൂലിനെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിന്റെ മർത്തബയിലേക്ക് എത്തിക്കുകയാണ്. അള്ളാഹുവോളം തുല്യമാക്കാനുള്ള ശ്രമമാണ്. അഹദും അഹ്മദും ഒരു മീമിന്റെ വ്യത്യാസമാണുള്ളത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് എന്ന് പറയുന്നിടത്ത് ഒരു മീം കൂടുതലാണ്. അഹദ് എന്ന് പറയുമ്പോൾ ഒരു മീമില്ല. നിങ്ങൾ പറഞ്ഞ് പ്രവാചകരെ അള്ളാഹു ആക്കുകയാണോ? അല്ല, ഈ മീമ് തന്നെ ധാരാളമാണ് ഇത് മനുഷ്യനാണെന്ന് പറയാൻ. ലോകത്തറിയപ്പെട്ട ഭാഷകളിൽ മുഴുവനും മനുഷ്യനെ സൂചിപ്പിക്കുന്ന വാക്ക് മീമ് കൊണ്ടാണ്, അല്ലെങ്കിൽ മ എന്ന ശബ്ദം കൊണ്ടാണ് തുടങ്ങുന്നത്. മലയാളത്തിൽ മനുഷ്യൻ, ഇനി കന്നഡയിലാണെങ്കിലും തമിഴിലാണെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ മർദ്, ഉറുദുവിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ മാൻ, മനുഷ്യ, മർത്യ, മനുജ. ലോകത്തറിയപ്പെട്ട ഭാഷകൾ എടുത്തു നോക്ക്, ആ ഭാഷകളിലൊക്കെയും മനുഷ്യനെ സൂചിപ്പിക്കുന്ന വാക്ക് മീമ് കൊണ്ട് തുടങ്ങുന്നു. അള്ളാന്റെ റസൂൽ അഹ്മദാണ്, അള്ളാഹു അഹദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ്. അല്ലാഹു ജന്മം നൽകിയിട്ടില്ല ഒരാൾക്കും. വലം യൂലദ്, ആരെങ്കിലും അള്ളാഹുവിന് ജന്മം നൽകിയതുമല്ല. അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹു ആരുടെയെങ്കിലും മകനും അല്ല. നബി തങ്ങളാണെങ്കിലോ അബ്ദുള്ളയുടെ ആമിനയുടെ റളിയല്ലാഹു അൻഹുമ അവരുടെ മകനാണ്. നബി തങ്ങൾക്കാണെങ്കിലോ ഒരുപാട് മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഹബീബായ ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു സൂചന എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. ആ നബി തങ്ങളുടെ പേര് തന്നെ മുഹമ്മദ്, പ്രശംസിക്കപ്പെട്ടവർ എന്നതാണ്. നബി തങ്ങളുടെ മദഹ് പറയാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയുമ്പോ അത് വലിയ വിഡ്ഢിത്തമാണ്. കാരണം ആ പേര് പോലും പ്രശംസിക്കപ്പെട്ടവൻ എന്നതാണ്. അള്ളാഹു തോന്നിപ്പിച്ചതാണ് അബ്ദുൽ മുത്തലിബിന് അങ്ങനെ ഒരു പേര് നൽകാൻ. അള്ളാഹുവിന്റെ നിയോഗമായിരുന്നു അത്. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. നമ്മൾ മൗലിദ് ചെല്ലുമ്പോ ആ ഭാഗം എത്തുമ്പോ 2 വരി ബൈത്ത് ചെല്ലാറുണ്ട്. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സല്ല അലൈഹി അല്ലാഹു മാ അശ്റഖത് ശംസുല്ലുഹാ ഫീ ദാലിക സഅദി. ഈ എന്തിനാ 2 വരി ബൈത്ത് ചെല്ലുന്നത്? അന്നത്തെ സദസ്സിൽ വന്നവർ മുഴുവനും അള്ളാന്റെ റസൂലിന്റെ പേര്, ഈ കുഞ്ഞിന്റെ പേര് മുഹമ്മദ് എന്നതാണ് എന്ന് പറഞ്ഞപ്പോ അവർ തലയാട്ടി അംഗീകരിച്ചു, അവർ സന്തോഷം രേഖപ്പെടുത്തി. നബി തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്നു പിതൃവ്യനായ അബൂലഹബ്. ഈ അബൂലഹബിനെ വിമർശിച്ചുകൊണ്ട് ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒരാളെയും വിമർശിച്ചുകൊണ്ട് ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടില്ല. അബൂലഹബിനെ വിമർശിക്കാൻ ഒരു സൂറത്ത് ഇറങ്ങി. അബൂലഹബ് ചെയ്ത തെറ്റെന്തായിരുന്നു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് കൽപ്പനയുണ്ടായി, ഖൂ അൻഫുസകും വ അഹ്ലീകുമുൻ നാറ, നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണമെന്ന കൽപ്പന. ആ കൽപ്പന വന്നപ്പോ മക്കക്കാരെ വിളിച്ചുകൂട്ടി. മക്കക്കാരോട് വന്ന് അള്ളാഹുവിന്റെ റസൂൽ വലിയ പ്രഖ്യാപനം നടത്തി. എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ നബി തങ്ങൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് മക്കാ നിവാസികളോടൊരു ചോദ്യം ചോദിച്ചു. ഈ കാണുന്ന പർവ്വതത്തിന്റെ പിന്നാലെ ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, തൊപ്പി കാണുമ്പോ ആളുകൾ പേടിച്ചോടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട്, താടി സംശയത്തിന്റെ ചിഹ്നമായിട്ട് മാറുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് വീണ്ടും വിചാരം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. 40 വർഷം മക്കയിൽ ജീവിച്ച് നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ആ ജനതയോട് ചോദിക്കുകയാണ്, ഈ കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ ജനത ഒന്നായിട്ട് ഒരേ ശബ്ദത്തിൽ അവർ പറഞ്ഞു, അതെ മുഹമ്മദ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ സന്നദ്ധരാണ്, ഞങ്ങൾ വിശ്വസിക്കാം. കാരണം നിങ്ങൾ ഞങ്ങൾക്കിടയിൽ അമീനായിരുന്നു, സ്വാദിഖായിരുന്നു, സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇന്നീലക്കും നസീറാണ്, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനാണ്. വരാനിരിക്കുന്ന മഹാദുരന്തത്തെ തൊട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഏകനായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്ക്, ആ തൗഹീദിലേക്ക് നിങ്ങൾ വരണമെന്ന് ലോകത്തിന്റെ നായകൻ തന്റെ ജനതയോട് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച സന്ദർഭം. വിശ്വാസമുള്ള സമൂഹമേ, ഒരു കാലഘട്ടത്തിൽ താടി വച്ചവരെ കണ്ടാൽ ഇവിടുത്തെ പൊതുസമൂഹം പോലും ധൈര്യപൂർവ്വം വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയിരുന്നു. വെള്ള വേഷം ധരിച്ച ഇസ്ലാമിക ചിഹ്നങ്ങളുള്ള ഏതൊരാളെ കണ്ടാലും ആദരിക്കാനാണ് ഈ സമൂഹം പഠിച്ചിരുന്നത്. എവിടെ നിന്നാണ് ആദരവ് വന്നത്? ഈ വേഷമുള്ളവർ വഞ്ചിക്കുകയില്ല. ഈ വേഷം ധരിച്ച ആളുകൾ ഏറ്റവും വലിയ ഉന്നത മൂല്യങ്ങളുള്ളവരായിരിക്കും. നിങ്ങൾക്കറിയുമോ, മുസ്ലിമായ അയൽവാസി തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ സ്വന്തം വീടിന്റെ വാതിലുകൾ മലർക്കെ തുറന്നു വെച്ചിട്ട് യാത്ര പോകുന്ന മുസ്ലിങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, കൊച്ചിയിലെ കോഴിക്കോട്ടെ കടപ്പുറത്തേക്ക് കച്ചവട ചരക്കുമായി വന്നവർ തൊട്ടപ്പുറത്ത് മുസ്ലിമാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ തന്റെ കച്ചവടത്തിന് കൊണ്ടുവന്ന റോ മെറ്റീരിയൽസ്, തന്റേതായിട്ടുള്ള പ്രൊഡക്ട്സ് മുഴുവനും അവിടെ വെച്ചിട്ട് ഒന്ന് മൂടുക പോലും ചെയ്യാതെ അയൽവാസിയായ വിശ്വാസിയുടെ, അയൽവാസിയായ മുസ്ലിമിന്റെ ധൈര്യത്തിൽ പോയിരുന്ന ഒരു കാലം നമ്മൾക്കുണ്ടായിരുന്നു. ഈ കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് നിങ്ങൾ ആക്രമിക്കാൻ ഒരു വിഭാഗം വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ ജനത പറഞ്ഞു, യാ റസൂൽ, മുഹമ്മദ് നബിയോട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കാം. മുസ്ലിം ഉമ്മത്ത് നാട്ടിൽ നേടിയെടുക്കേണ്ട അംഗീകാരം അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേടിയെടുക്കേണ്ട വിശ്വാസം അതാണ്. ഈ വിശ്വാസ്യത ഒരു ജനതയിൽ നമ്മൾക്ക് നേടാനാവുമെങ്കിൽ, ഈ അംഗീകാരം ഒരു സമൂഹത്തിൽ നേടാനാകുമെങ്കിൽ, പിന്നെ ഈ സമൂഹത്തിന്റെ നേർക്ക് കൈ ചൂണ്ടിയിട്ട് നിങ്ങൾ തീവ്രവാദിയാണെന്ന് പറയാൻ ഇവിടെ ഒരാൾ മുന്നോട്ട് വരില്ല. ഇവിടെ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിൽ അടക്കേണ്ട ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് സമൂഹത്തിലെ മുസ്ലിം നാമധാരികൾ ഈ സമൂഹത്തോടൊന്ന് പറഞ്ഞാൽ ഈ സമൂഹം അത് അംഗീകരിക്കുമോ? 40 വർഷത്തെ ജീവിതത്തിനിടയിൽ ഈ നായകൻ നേടിയെടുത്ത വിശ്വാസമാണ്. ആ റസൂലിന്റെ മദ്ഹാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നബി തങ്ങളുടെ സംസാരം അവസാനിച്ചപ്പോ അബൂലഹബ് എണീറ്റിട്ട് പറഞ്ഞു, അബൂലഹബ് പിതൃവ്യനാണ്. തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദ് നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഹാദ ജമഅതന, ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? പ്രതിഷേധത്തിന്റെ സ്വരം ആദ്യമായിട്ട് മുഴക്കിയത് അബൂലഹബാണ്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിനെ മാത്രമല്ല, അവിടെ അബൂലഹബിന്റെ ഭാര്യയെയും ഖുർആൻ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു സൂറത്തിറങ്ങി. ഈ സൂറത്തിറങ്ങിയപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു സൂറത്തിന്റെ പരിസരം മാത്രം പറഞ്ഞാൽ ഈ മദ്ഹുർ റസൂലിന്റെ വേദി സാർത്ഥകമാകും മുഅ്മിനീങ്ങളെ. ഈ സൂറത്തിറങ്ങിയപ്പോ നമ്മൾ മനസ്സിലാക്കണം, അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലത്താണ്. ഈ അബൂലഹബ് നരകത്തിലേക്ക് പോകുമെന്ന പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തുന്നത്. അബൂലഹബിന് ഖുർആനിന്റെ മോചിതത്തിനെ തകർക്കണമെങ്കിൽ, ഖുർആനിന്റെ അമാനുഷികതയെ തകർക്കണമെങ്കിൽ അബൂലഹബിന് വരാമായിരുന്നു. ഇബ്നു ഉബയ്യിനെ പോലെ മുനാഫിക്കായിട്ട് വന്നിട്ട് കലിമ ചൊല്ലാമായിരുന്നു. ലോകത്തിന്റെ നായകരുടെ മുമ്പിൽ വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് വിശ്വാസിയാകാമായിരുന്നു. അങ്ങനെ വിശ്വാസിയായാലോ ആളുകൾ ചോദിക്കുമായിരുന്നില്ലേ, നരകത്തിലേക്ക് പോകുന്ന ഒരു മുഅ്മിനാണോ? ഒരു മുഅ്മിൻ എങ്ങനെയാ നരകത്തിൽ പോവുക? കലിമ ചൊല്ലിയ ആള് നരകത്തിലേക്ക് പോവുമോ? ഖുർആനിന്റെ ഇഅ്ജാസിനെ തകർക്കാൻ ഈ ഖുർആനിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂലഹബിന് അവസരമുണ്ടായി. പക്ഷേ അള്ളാഹു തൗഫീഖ് കൊടുത്തില്ല മുഅ്മിനീങ്ങളെ. മാത്രവുമല്ല, ഈ അബൂജഹലിന്റെ മകൻ ഉതൈബത്ത് ബിൻ അബീ ജഹൽ
അള്ളാന്റെ റസൂലിന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചവരായിരുന്നു. ഒന്നല്ല പിതൃവ്യന്റെ മകനാണ് ഉത്തൈബ. ഉത്തൈബക്ക് 2 പെൺമക്കളെ നബിത്തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. 2 പെൺമക്കളെ. ഈ 2 പെൺമക്കളും ആരുടെ കീഴിലാണുള്ളത്? അമുസ്ലിമായ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിട്ട് നിലകൊള്ളുന്ന വാപ്പയും ആ വാപ്പയ്ക്ക് ഏറ്റവും വലിയ കരുത്തു നൽകുന്ന മകനും. നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂൽ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ 50-ാമത്തെ വയസ്സിലല്ലേ ഇസ്റാഉം മിഅ്റാജും ഉണ്ടായത്. ഇസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള സഞ്ചാരമാണ്. രാത്രിയിലുള്ള സഞ്ചാരം. മക്കയിലെ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര. ആ ചരിത്രം ദീർഘിച്ചിട്ട് പറയാനുള്ള സമയമല്ല. മാത്രമല്ല, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിൽ എല്ലാ നബിമാർക്കും ഇമാമായിട്ട് നബിത്തങ്ങൾ ഈ ഉമ്മത്തിന്റെ നായകനാണ്, മനുഷ്യകുലത്തിന്റെ നായകനാണ്, പ്രവാചകന്മാരുടെ മുഴുവനും നേതാവാണ് എന്ന വിളംബരം അള്ളാഹുവിന്റെ റസൂൽ ഇമാമത്തായിട്ട് നിസ്കരിച്ചു. അതിനുശേഷം പിന്നെ മിഅ്റാജാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശലോകത്തേക്ക് കയറിപ്പോകല. ഖുർആനിന്റെ മുഅ്ജിസത്ത് നമ്മൾ ആലോചിക്കണം. ഖുർആനിലെ ഒരു സൂറത്തുൽ ഇസ്റാ എന്നാണ്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഇസ്റാ എന്നാണ്. ഇസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള സഞ്ചാരമാണ്. ആ ഇസ്റാ പറയുന്നിടത്ത് അള്ളാഹുവിന്റെ കലാമിൽ നിങ്ങൾക്ക് മിഅ്റാജിന്റെ പരാമർശം കാണാനില്ല. മിഅ്റാജിനെ പറ്റി പരാമർശമുള്ളത് ഇസ്റാ സൂറത്തിലല്ല. ഇസ്റാ സൂറത്തിൽ ഇസ്റാഇനെ മാത്രം പറഞ്ഞു. എന്തുകൊണ്ട്? നമ്മൾ ആലോചിക്കണം. രാത്രി എന്ന് പറയുന്നത് ഭൂമിയുടെ അടിഭാഗത്ത് സൂര്യൻ വരലാണ്. ഭൂമിയുടെ നിഴൽ ഭൂമിയുടെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴാണ് രാത്രി ഉണ്ടാവുന്നത്. ഈ രാത്രി എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 300 കിലോമീറ്റർ മാത്രം ഇരുട്ട് ഉണ്ടാവലാണ്. ഒരു 300 കിലോമീറ്റർ പരിധിയിൽ. അതിനപ്പുറത്തേക്ക് ഇരുട്ടുണ്ടാവില്ല. അതിനപ്പുറത്ത് സൂര്യന്റെ പ്രകാശം ഉണ്ടാവും. രാത്രി എന്നുള്ളത് ഭൂമിക്ക് മാത്രമാണ് ബാധകമാകുന്നത്. ഈ രാത്രിയാണ് മിഅ്റാജ് നടന്നത് എന്ന് പറഞ്ഞാൽ കാലം മുന്നോട്ട് പോകുമ്പോ ശാസ്ത്ര പുരോഗതിയുടെ കാലത്ത് മനുഷ്യനത് തള്ളൂലേ? അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതം നമ്മൾ ആലോചിക്കണം മുഅ്മിനീങ്ങളെ. മിഅ്റാജിനെ ചേർത്ത് പറഞ്ഞില്ല ഇസ്റാഇന്റെ കൂടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞ് ലോകത്തിന്റെ നായകനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും സലാത്തിന്റെ ഊർജം പോയി. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തിരിച്ചു വന്നപ്പോ മക്കക്കാരോട് ഈ പ്രഖ്യാപനം നടത്തി. ഇന്നലെ രാത്രി ഉണ്ടായ അനുഭവങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോ ഉത്തൈബത്ത് ബിൻ അബൂലഹബിന്റെ മകനായ ഉത്തൈബ നേരെ വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഒരു രാത്രി കൊണ്ട് നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിനെ കണ്ടു എന്ന് നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ഈ കളവ് ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തുപ്പി. ആര്? ഉത്തൈബ എന്ന ഇസ്ലാമിന്റെ ശത്രു. നമ്മൾ ആലോചിക്കണം, ആരാ ചെയ്യുന്നത്? സ്വന്തം മകളെ കല്യാണം കഴിച്ച ബാപ്പയുടെ സഹോദരന്റെ മകനാണ് ഈ തെമ്മാടിത്തരം ചെയ്യുന്നത്. ആ സമയത്ത് വേദനിച്ചു പോയ ഒരു സമയത്ത് അള്ളാന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി നബി തങ്ങൾ ഒരു ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്. അല്ലാഹുവേ, നിന്റെ ഏതെങ്കിലും ഒരു ജന്തുവിനെ, നിന്റെ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെ ആ ഉത്തൈബയുടെ മേൽ നീ അധികാരമേൽപ്പിക്കണേ തമ്പുരാനെ. മാത്രമല്ല ഉത്തൈബ പിന്നെന്താ ചെയ്തത്? തന്റെ 2 റസൂലുള്ളാന്റെ ഭാര്യയെ, റസൂലുള്ളാന്റെ മകളെ, തന്റെ ഭാര്യയെ ആ ഉത്തൈബ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി. റസൂലുള്ളാന്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാന്റെ മുഖത്ത് തുപ്പുകയും ഭാര്യയെ ഒഴിവാക്കിയിട്ട് വാപ്പയുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. ആ വേദനിക്കുന്ന രംഗത്താണ് അള്ളാന്റെ റസൂൽ ദുആ ചെയ്തത്. എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്. അല്ലാഹുവേ, നിന്റെ ഏതെങ്കിലും ഒരു മൃഗത്തെ ഈ മനുഷ്യന്റെ മേൽ നീ അധികാരപ്പെടുത്തണേ തമ്പുരാനെ. അബൂലഹബിന് അറിയാമായിരുന്നു ദുആ ചെയ്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാന്റെ റസൂൽ ദുആ ചെയ്താൽ ആ ദുആ അതേപോലെ ഫലിക്കുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അബൂലഹബിന് അറിയാം. അതുകൊണ്ട്
എന്തിനു വേണ്ടി? ഈ മകനെ ശ്രദ്ധിക്കാൻ വേണ്ടി. ആരാ ദുആ ചെയ്തത്? ദുആ ചെയ്തത് നബി തങ്ങളാണ്. അള്ളാന്റെ റസൂലിന്റെ ദുആ ഫലിക്കുമെന്ന്, അത് സത്യമായിട്ട് പുലരുമെന്ന് അബൂലഹബിന് നന്നായിട്ട് അറിയാം. അബൂലഹബ് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂലഹബ് മകന് വേണ്ട സുരക്ഷ ഒരുക്കി. തിരിച്ചു വരുന്ന വഴിയിൽ സാധാരണ അറബികൾ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങാറില്ല. പക്ഷേ ആ യാത്രയിൽ അബൂലഹബ് കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മൾ ഇന്ന് വിശ്രമിക്കാൻ ഇറങ്ങും. രാത്രിയാവുമ്പോ ഒരു ജൂത പാതിരിയുടെ താവളമെത്തിയപ്പോ അവിടെ വിശ്രമിക്കാൻ ഇറങ്ങി. ആ പാതിരിയോട് ചോദിച്ചു, ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ, ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ പാതിരി പറഞ്ഞു, സാധാരണഗതിയിൽ നിങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു പതിവില്ലല്ലോ, നിങ്ങൾ ഖുറൈശികൾ മക്കക്കാർ ഇങ്ങനെ യാത്രയിൽ ഇവിടെ വിശ്രമിക്കാറില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് യാത്രയിൽ ക്ഷീണമാണ്, വിശ്രമിക്കാൻ അനുവദിക്കണം. അവിടെ ഇറങ്ങിയിട്ട് അബൂലഹബ് പിന്നെന്താ ചെയ്യുന്നത്? തങ്ങളുടെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള കച്ചവട സാധനങ്ങൾ മുഴുവനും മട്ടിക്ക് വെച്ചു. വലിയ ഒരു കൂനയുണ്ടാക്കി. ആ കൂനയുടെ മുകളിലേക്ക് മകനെ കയറ്റി, മകനെ മുകളിൽ ഉറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് കൂടെയുള്ളവരോട് ഈ കൂനക്ക് ചുറ്റിലുമായിട്ട് ഉറങ്ങാൻ പറഞ്ഞു. എല്ലാവരും ഉറങ്ങി. അബൂലഹബിന് രാത്രി ഉറക്കം വരുന്നില്ല. ഏത് സമയവും സംഭവിക്കാം. ലോകത്തിന്റെ നായകന്റെ പ്രവചനമാണ്. ആ പ്രവചനം ഏത് സമയത്തും പുലർന്നേക്കാം. അബൂലഹബ് പേടിച്ചു നിൽക്കുമ്പോ പാതിരാ നേരത്ത് ഒരു സിംഹം ഇങ്ങനെ വന്നു. സിംഹം വന്നിട്ട് താഴെ കിടക്കുന്ന ഓരോ മനുഷ്യരെ മണുത്തു നോക്കി. നിങ്ങൾ നോക്കണം മുഅ്മിനീങ്ങളെ, ഓരോരുത്തരെ മണുത്തു നോക്കി. എല്ലാവരെയും ഒഴിവാക്കി. പിന്നെ മണം പിടിക്കുന്നത് കച്ചവട സാധനങ്ങൾക്ക് മുകളിൽ കിടന്നുറങ്ങുന്ന ആളെയാണ്. സിംഹം ഒരൊറ്റ ചാട്ടത്തിന് ഇവരെ മുഴുവനും ഓവർടേക്ക് ചെയ്ത് അവരുടെ മുകളിലൂടെ ഈ മനുഷ്യന്റെ ഉത്തൈബ എന്ന് പറയുന്ന ധിക്കാരിയുടെ അടുത്തേക്ക് എത്തി. ഉത്തൈബ കടന്നുറങ്ങുകയാണ്. ഉത്തൈബയുടെ വായയുടെ ഭാഗമാണ് സിംഹം ആദ്യമായിട്ട് കടിച്ചത്. ഏതൊരു വായ കൊണ്ടാണോ ലോകത്തിന്റെ നായകന്റെ മുഖത്തേക്ക് ഉത്തൈബ തുപ്പിയത്, ആ വായയുടെ ഭാഗം കടിച്ചു. ഈ സിംഹം കടിച്ചു കീറിയിട്ട് ഉത്തൈബ നിലവിളിച്ചുണരുമ്പോഴേക്കും, ഉത്തൈബ നിലവിളിച്ച് കൂടെയുള്ളവർ ഉണരുമ്പോഴേക്കും ഉത്തൈബയുടെ ജീവൻ പോയിരുന്നു. എന്താ സംഭവിച്ചത്? അള്ളാന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ സല്ലിതു അലൈഹി കൽബൻ മിൻ കിലാബിക് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അള്ളാന്റെ റസൂലിനെ വേദനിപ്പിക്കുന്നവർ മുഴുവനും ഏറ്റവും വലിയ ഗൗരവത്തോടുകൂടെ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നില്ലെങ്കിൽ അത് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കലാണ്. ഉമ്മത്ത് എന്ന് പറയുന്നത് ഉമ്മത്ത് മുഹമ്മദിയയാണ്. ഉമ്മത്ത് മുഹമ്മദിയ, ഈ മുഹമ്മദിയ സമുദായം, അവിടുത്തെ ആ ചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട്. ഞാൻ അബൂലഹബിനെ പറഞ്ഞപ്പോ അങ്ങോട്ടേക്ക് പോയതാ. ആരായിരുന്നു അള്ളാന്റെ റസൂൽ? ആരായിരുന്നു മുഅ്മിനീങ്ങളെ? ലോകത്ത് ആധികാരികമായിട്ട് നബി തങ്ങളെ പഠിച്ചവർ മുഴുവനും ആ ഹബീബിനെ അംഗീകരിക്കാതെ പോയിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം ആധികാരികമായിട്ട് പഠിച്ചവർക്കൊന്നും ആ റസൂലിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. സാന്ദർഭികമായിട്ടൊരു കാര്യം പറയട്ടെ. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് ലോകത്ത് ആധികാരികമായ റഫറൻസ് ഗ്രന്ഥമാണ്. ലോകത്ത് ആധികാരികം ഓതന്റിക് ആയിട്ടുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമാണ് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ. ലോകത്ത് നിഷ്പക്ഷമായ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഗ്രന്ഥമല്ലേ? ആ ഗ്രന്ഥത്തിൽ നമ്മുടെ നബിയെ പറ്റി എന്താ പരിചയപ്പെടുത്തുന്നത്? അഷ്റഫുൽ ഖൽഖിനെ പറ്റി എന്താ പരിചയപ്പെടുത്തുന്നത്? എ മാസ് ഡീറ്റെയിൽ ഇൻ ദ ഏർലി സോഴ്സസ് ഷോ ദാറ്റ് ഹി വാസ് എ ഹോണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് മാൻ ഹു ഹാഡ് ഗെയിൻ റെസ്പെക്ട് ആൻഡ് ലോയൽറ്റി ഓഫ് അതേഴ്സ്. മാത്രവുമല്ല, അവർ അത് പറഞ്ഞു വെക്കാണ്, ഹു മേ ലൈക്ക് വൈസ് ഹോണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് മെൻ. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ഇത് ഉണ്ടാക്കിയത് മുസ്ലിങ്ങളല്ലല്ലോ. ലോകത്ത് ആധികാരികമായ റഫറൻസ് ഗ്രന്ഥത്തിൽ അവരെന്താ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് ആരാണ്? നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഭ്യമായ സ്രോതസ്സുകൾ മുഴുവനും വെച്ചിട്ട് നോക്കുമ്പോ ഈ മനുഷ്യൻ ഹോണസ്റ്റ് മാൻ. ഏത് സ്കൂളിൽ പോകുന്ന കുട്ടിക്കറിയാലോ എന്താ ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ? സത്യസന്ധനാണ്. ആൻഡ് അപ്രൈറ്റ്. മാത്രമല്ല, ഉന്നതമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. നബിത്തങ്ങളെ പറ്റിയിട്ട് മാത്രമല്ല അവർ പറയുന്നത്, ആ നബിത്തങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസം നേടി. ലോയൽറ്റി ഓഫ് അതേഴ്സ് ഹു മേ ലൈക്ക് വൈസ് ഹോണസ്റ്റ്. ആ അനുയായികളാണെങ്കിലോ
അവരും സത്യസന്ധരായിരുന്നു, അവരും ഉന്നത ഉള്ളവരായിരുന്നു എന്ന് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ പറയുകയാണ്. ലോകത്ത് ക്രൈസ്തവ മതത്തെ ആധികാരികമായിട്ട് പഠിച്ച ഒരാൾക്ക് അള്ളാന്റെ റസൂൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ലോകത്ത് ജൂതമതത്തെ പറ്റി ആധികാരികമായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒരു സദസ്സ് കിട്ടിയപ്പോൾ സാന്ദർഭികമായിട്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം വരുന്നതിന് 500 വർഷങ്ങൾക്ക്, ഈസാ നബിയുടെ ശേഷം 500 വർഷങ്ങൾക്കപ്പുറത്താണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ഈസാ നബി അലൈഹിസ്സലാം ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ പറയുന്നുണ്ട്, മാ ആതല്ലാഹു നബിയൻ മാ ആതാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് നൽകിയ പദവി അള്ളാഹു മറ്റൊരു നബിക്കും നൽകിയിട്ടില്ല. റസൂലുള്ളാഹിക്ക് നൽകിയ പദവി മറ്റൊരു നബിക്കും നൽകിയിട്ടില്ല. ഏറ്റവും വലിയ പദവി നൽകിയത് നബി തങ്ങൾക്കാണ്. ആ സമയത്ത് സദസ്സെന്ന് ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈസാ നബിക്ക് ഇഹ്യാഉൽ മൗത, മരണപ്പെട്ടു പോയ ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് നൽകിയിരുന്നില്ലേ? മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഈസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിരുന്നുവല്ലോ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ മരിച്ച ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ടോ? ആ സമയത്ത് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഉഅതിയ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹനീനുൽ ജിസാഇ ഹത്താ സമിഅ സൗതഹു ഫഹാദാ അക്ബർ മിൻ ദാലിക്. എന്താ പറഞ്ഞത്? ഒരു ഈന്തപ്പനയുടെ മട്ടിൽ അള്ളാഹുവിന്റെ റസൂലിനോട് തേങ്ങി കരഞ്ഞിട്ടുണ്ട്. ഈന്തപ്പനയുടെ മട്ടിൽ. ഈസാ നബിയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. ആ ചരിത്രം നമുക്ക് വഴിയെ പറയാം. ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പ് വന്നത് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതാണ് തൗറാത്ത്. ആ തൗറാത്തിലെ ആവർത്തന പുസ്തകം, തൗറാത്ത് ഇന്ന് ലഭ്യമായതാണ്. ഇന്ന് ലഭ്യമായ ഓൾഡ് ടെസ്റ്റാമെന്റ് എന്ന് പറയുന്ന അതെടുത്തു നോക്കിയാൽ നമ്മൾക്ക് കാണാം. തൗറാത്തിലെ 18, 19 അധ്യായങ്ങളിൽ 20, 21, 22 വരുന്ന ആ വേഴ്സസ് എടുത്തിട്ട് പരിശോധിച്ചു നോക്കിയാൽ അവിടെ പറയുന്ന ഒരു വചനമുണ്ട്. ഞാനിതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, നബി തങ്ങളെ ലോകം അറിയാത്തതുപോലെ നടിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പലരും അറിയാത്തതുപോലെ നടിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും അല്ലദീന ഖസിറു അൻഫുസഹും ഫഹും ലാ യുഅ്മിനൂൻ. അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകൾക്ക് യഅരിഫൂനഹു, അവർക്ക് ഈ പ്രവാചകരെ അറിയാം. വേദം നൽകപ്പെട്ടവർ ആരാണ്? അത് തൗറാത്തും ഇൻശീലും നൽകപ്പെട്ടവരാ. ബൈബിള് നൽകപ്പെട്ടവർക്കും അതുപോലെ തൗറാത്ത് നൽകപ്പെട്ടവർക്ക് അറിയാം. യഅരിഫൂനഹു, അവർക്ക് ഈ നബിയെ അറിയാം. കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ സുവ്യക്തമായിട്ട് ഇത് പ്രവാചകരാണെന്ന് അവർക്കറിയാം. മാത്രമല്ല, അല്ലദീന യത്തബിഊന നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട നബിയെ പിൻപറ്റുന്നവർ. ആ ഗ്രന്ഥങ്ങളിൽ എവിടെയാ പരാമർശിച്ചിട്ടുള്ളത്? ഇന്ന് നിലവിലുള്ള ബൈബിൾ ആധികാരികമല്ല എന്ന് നമ്മളെക്കാളും നന്നായിട്ട് ഇന്ന് ബൈബിളിന്റെ ആളുകൾക്ക് തന്നെ അറിയാം. എന്നാൽ പോലും മാറ്റം വരുത്തപ്പെട്ട ബൈബിളിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. I will rise them up a prophet from among their brethren, like unto thee I put my words in his mouth, and he shall speak to them all that I shall command him. I will rise them up a prophet. ഞാൻ അവർക്കിടയിൽ ഒരു പ്രവാചകനെ കൊണ്ടുവരും. ശരിക്കും മനസ്സിലാക്കണം, അവർക്കിടയിൽ ഞാൻ ഒരു പ്രവാചകനെ കൊണ്ടുവരും. ആ പ്രവാചകനോ ഫ്രം among their brethren, അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന്. ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ട ഭാഗമാണ്. ഫ്രം among their brethren, അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന്. നമ്മൾക്കറിയാം, തൗറാത്ത് നൽകപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയോടാണ് ഈ പരാമർശമുള്ളത്. അവരുടെ സഹോദരന്മാർ എന്ന് പറഞ്ഞതിൽ
എന്തുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമോ അല്ലെങ്കിൽ ഈസാ നബിയുടെ ജനതയോ പെടുന്നില്ല എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അവർക്കിടയിൽ ഞാനൊരു പ്രവാചകനെ നിയോഗിക്കും. ആ പ്രവാചകനാണെങ്കിലോ ഞാൻ എന്താണോ പറയുന്നത് അതവർക്ക് പറഞ്ഞു കൊടുക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം, വന്നജ്മി ഇദാ ഹവ മാ ളല്ല സ്വാഹിബുക്കും വമാ ഗവ വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. മാ യന്തിഖു അനിൽ ഹവ, ഈ പ്രവാചകർ തോന്നിയത് പറയുന്നതല്ല. ആവർത്തന പുസ്തകത്തിൽ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന പരാമർശവും വിശുദ്ധ ഖുർആനിലെ വന്നജ്മി ഇദാ ഹവ എന്ന് പറയുന്ന സൂറത്തിലെ ഈ ആയത്തുകളും ഒന്ന് താരതമ്യം ചെയ്ത് പഠിച്ചു നോക്കുമ്പോ ആരാണ് അള്ളാന്റെ റസൂൽ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എല്ലാ വിഭാഗത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയയിൽ നിന്ന് അള്ളാന്റെ റസൂലിന്റെ മദ്ഹിന്റെ ചില ഭാഗങ്ങൾ പറയുകയാണ്. അല്ലാതെ ഒരു സദസ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അത്ഭുതമല്ല ലോകത്തിന്റെ നായകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വീണ്ടും നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാൻ. ഈ അടുത്ത് നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ചർച്ച എന്താ? ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടിയെ ഏതാനും ചില ആളുകൾ ചേർന്നിട്ട് പീഡിപ്പിച്ചു. ഓടുന്ന ബസ്സിൽ രാത്രി കാമുകനായ കൂട്ടുകാരനോടൊപ്പം ബസ്സിന് കൈനീട്ടിയപ്പോ ബസ് നിർത്തിക്കൊടുത്തു. ബസ്സിൽ കയറിയ കൂടെയുള്ള സുഹൃത്തിനെ തലക്കടിച്ചിട്ട് വീഴ്ത്തി. ഒരു പെണ്ണിന്റെ ശരീരത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഓടുന്ന ബസ്സിൽ ഏതാനും ചില ചെറുപ്പക്കാർ ചേർന്നിട്ട് വില പറഞ്ഞപ്പോ ലോകം ഏറ്റവും വലിയ നെടുക്കത്തോടുകൂടിയ ആ വാർത്ത കേട്ടത്. വായിച്ചവർ അത്ഭുതപ്പെട്ടു പോയി. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ നാണം കെട്ടു. ലോകത്തെ വലിയ ചർച്ചയായിട്ട് മാറി. ലോക രാജ്യങ്ങളുടെ നേതാക്കൾ മുഴുവനും ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ആ പെൺകുട്ടി ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. ആ പീഡനത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖനും മുൻനിരയിൽ നിന്ന ആള് ആ ചെറുപ്പക്കാരൻ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ജയിൽ മോചിതനായി. അയാളെ വിട്ടയക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രാജ്യത്തെ വനിതാ സംഘടനകൾ പരമോന്നത നീതിപീഠത്തിൽ പോയി. ഇന്ത്യ രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയിൽ ചെന്നു. എന്താണ് അവര് പറഞ്ഞത്? രാജ്യത്തിന് തെറ്റായ സന്ദേശം നൽകും. പീഡനം നടത്തുമ്പോ 18 വയസ്സാവാൻ 1 മാസം ബാക്കിയുണ്ടായിരുന്നു എന്ന കാരണത്താൽ 1 മാസത്തിന്റെ കുറവ് പീഡനം നടക്കുമ്പോ 18 വയസ്സിന് 1 മാസം കുറവ് എന്ന ആനുകൂല്യം വെച്ചിട്ട് ജുവൈനൽ നിയമമാണ്, കുട്ടികൾക്കുള്ള നിയമമാണ് അയാൾക്ക് ബാധകമായത്. ആ നിയമം എന്ന് പറയുന്നത് കുട്ടി കുറ്റവാളികൾക്ക് പാർപ്പിക്കാനുള്ള ഒബ്സർവൻസ് ഹോം ഉണ്ടാവും, അവരെ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടാവും. അവിടെ താമസിച്ച് ഏതാനും കാലം കഴിയുമ്പോൾ അവരെ വിട്ടയക്കുകയാണ്. ഇയാളെ വിട്ടയച്ചാൽ അത് രാജ്യത്തിന് തെറ്റായ സന്ദേശം നൽകും. രാജ്യത്തിന്റെ സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾക്ക് നിലവിലുള്ള നിയമം വെച്ചിട്ട് വിധി പറയാൻ മാത്രമേ അവകാശമുള്ളൂ. ഉള്ള നിയമം വെച്ചിട്ട് ആ നിയമത്തെ വ്യാഖ്യാനിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അവകാശമുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുന്നത് ഞങ്ങളുടെ അധികാരത്തിന്റെ പരിധി വിടലാണ്. രാജ്യത്തിന്റെ പാർലമെന്റിൽ വലിയ ചർച്ചയായി. പാർലമെന്റ് അംഗങ്ങൾ ഈ ഗവൺമെന്റിനോട് പറഞ്ഞു, 18 വയസ്സ് എന്നുള്ള പ്രായത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരണം. ആ 18 എന്നുള്ള പ്രായത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപാട് കൊടും കുറ്റവാളികൾ ഈ രാജ്യത്തെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടും. 18 വയസ്സിന് താഴെയുള്ളവരെ ഉപയോഗിച്ചിട്ട് ഏത് കൊലപാതകവും നടത്താമെന്ന തരത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് രാജ്യസഭ ബില്ല് പാസാക്കി 18 എന്ന വയസ്സ് 16 കൊണ്ടുവന്നു. ഞാനിതെന്തിനാ പറയുന്നത്? ഈ 18ഉം 16ഉം നമ്മൾക്കെന്താ? നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പോലീസ് സംവിധാനമില്ലാത്ത ഒരു സ്റ്റേറ്റ് ലോകത്തുണ്ടായിരുന്നു. ലോകത്ത് സോഷ്യലിസം പറയുന്നവർ സ്വപ്നം കാണുന്നത് പോലീസ് ഇല്ലാത്ത ഒരു രാജ്യം വേണമെന്നാണ്. വർഗ സമരത്തിന്റെ പരിസമാപ്തി കുറിക്കപ്പെടുമ്പോ പോലീസ് ഇല്ലാത്ത രാജ്യം, പട്ടാളമില്ലാത്ത രാജ്യം, മനുഷ്യൻ മനുഷ്യനെ ബഹുമാനിക്കുന്ന, സഹോദരന്റെ രക്തത്തിന് മാനത്തിന് ജീവന് വില കൽപ്പിക്കുന്നവർ മാത്രം വാഴുന്ന ഏറ്റവും വലിയ സ്വപ്നസുന്ദരമായ ഒരു രാജ്യമാണ് സോഷ്യലിസം വിഭാവനം ചെയ്യുന്നതെങ്കിൽ ആ സോഷ്യലിസ്റ്റ് സ്വപ്നജീവികളെ മുഴുവനും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ നാടിന്റെ പ്രാദേശിക രാഷ്ട്രീയമല്ല ഈ പറയുന്നത്. കമ്മ്യൂണിസം ലോകത്ത് വെക്കുന്ന സ്വപ്ന തുല്യമായ ഒരു രാജ്യമുണ്ടല്ലോ, ആ രാജ്യ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. അതെവിടെയാ? അത് മദീനത്തു മുഹമ്മദിൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ ഏതാനും സഹാബത്തിന്റെ കൂടെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരൻ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, സനൈതു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലണം, എന്റെ കാര്യത്തിൽ ഹദ്ദ് നടപ്പിലാക്കണം, എന്നെ വെറുതെ വിടാൻ പാടില്ല, ഞാൻ കുറ്റക്കാരനാണ്. അള്ളാന്റെ റസൂൽ അത്ഭുതത്തോടെ നോക്കിപ്പോയി. കേട്ട് നിൽക്കുന്ന സഹാബത്ത് അത്ഭുതപ്പെട്ടു. സഹാബത്ത് അത്ഭുതത്തോടെ മായിസ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുകയാണ്. അള്ളാന്റെ ഹബീബ് പുഞ്ചിരിച്ചുകൊണ്ട് മായിസിനോട് തിരിച്ചു ചോദിച്ചു. മായിസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, നിനക്കെന്താ ഭ്രാന്ത് പറ്റിയോ? ലോകത്ത് എങ്ങനെ ക്രിമിനൽ ജസ്റ്റിസ് ഉണ്ടാക്കാമെന്ന് പരിശ്രമിക്കുന്നവരോട്, ലോകത്ത് നിയമവ്യവസ്ഥയുടെ സമ്പൂർണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരോട് ഈ പ്രവാചകന്റെ മാതൃകയിലേക്ക് മടങ്ങണമെന്ന് ഈ മദ്ഹുർ റസൂലിന്റെ സദസ്സിൽ നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഭ്രാന്ത് പറ്റിയതാണ് മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ. സഹാബത്ത് കൂടെയുള്ളവർ പറഞ്ഞു, ഇല്ല, മായിസിന് ഇന്നലെ വരെ ഭ്രാന്തുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല, മായിസിനൊരു കുഴപ്പവുമില്ല. നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ വായ നിങ്ങൾ പരിശോധിക്കണം. അവര് ചെന്നിട്ട് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ വായ പരിശോധിച്ചു നോക്കി. പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് മദ്യപിച്ചിട്ടില്ല. മദ്യത്തിന്റെ ലഹരിയിൽ ബോധം നഷ്ടപ്പെട്ടാണോ മായിസ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നറിയാനാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അനുയായികളോട് ഇങ്ങനെ ചെയ്തത്. അനുയായികൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, മായിസിന് ഭ്രാന്തില്ല നബിയെ, മായിസ് മദ്യപിക്കുന്ന ശീലമുള്ള ആളല്ല, ഈ സമയത്ത് മായിസ് മദ്യപിച്ചിട്ടില്ല. മായിസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ്, സനൈതു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്റെ കാര്യത്തിൽ ഹദ്ദ് നടപ്പിലാക്കണം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ, വിവാഹശേഷം വ്യഭിചരിച്ചാൽ ആ വ്യഭിചരിക്കുന്ന ആണിനെയും പെണ്ണിനെയും എറിഞ്ഞു കൊല്ലണമെന്നത് ആകാശലോകങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ നിയമമാണ്. പ്രാകൃതമെന്ന് തോന്നുന്നവർക്ക് ആധുനിക കാലഘട്ടത്തിന്റെ അരക്ഷിതാവസ്ഥക്ക് മുമ്പിൽ ഇതല്ലാത്ത മോക്ഷത്തിന്റെ മാർഗമുണ്ടോ എന്ന് ഈ ലോകത്തോട് പറയാവുന്നതാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, പക്ഷേ പ്രായോഗികതയുടെ പരിഹാരം നിങ്ങൾ മുന്നോട്ട് വെക്കണം. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്ദ് നടപ്പിലാക്കി. കല്ലെറിഞ്ഞു കൊല്ലുന്നു, മരിക്കുന്നത് വരെ കല്ലെറിയണം. എറിയുന്ന കൂട്ടത്തിൽ ഒരാൾ ചെരുപ്പെടുത്തിട്ടെറിഞ്ഞു. ദുഷിച്ചവനെ എന്ന് അഭിസംബോധന ചെയ്ത്, യാ ഹബീസ് എന്ന് പറഞ്ഞു, മോശപ്പെട്ടവനെ എന്ന് അഭിസംബോധന ചെയ്തു. ഈ വാർത്ത ലോകനായകന്റെ കാതിലേക്കെത്തി. അള്ളാന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി ആ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നിങ്ങൾക്കറിയുമോ, മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ മദീനക്കാർക്ക് മുഴുവനുമായിട്ട് പരിഗണിച്ചാൽ മദീനക്കാർക്ക് മുഴുവനും ഈ ഒരൊറ്റ തൗബ മതി. അത്രമേൽ ഉത്കൃഷ്ടമായ തൗബയാണ് മായിസ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ക്രിമിനൽ ജസ്റ്റിസ് നടപ്പിലാക്കാൻ വരുന്നവരോട്, ലോകത്ത് കുറ്റമറ്റ നിയമ സംവിധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന രാഷ്ട്ര തലവന്മാർക്ക് മുമ്പിൽ മദീനയുടെ നിയമം നമ്മൾ സമർപ്പിക്കുകയാണ്. അള്ളാന്റെ ഹബീബ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ മായിസിനെ പിടികൂടിയത്? മദീനയിലെ കുറ്റമറ്റ പോലീസ് സംവിധാനമാണോ? ആരാ മായിസിനെ പിടികൂടിയത്? മദീനയിലെ CID-കളാണോ? ആരാ മായിസിനെ പിടികൂടിയത്? ആരുമല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ നായകൻ കൊളുത്തിവെച്ച ഒരു വിളക്കുണ്ടായിരുന്നു. ആ വിളക്കുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോ നന്മയുടെ കൂടെ നിൽക്കാനല്ലാതെ തിന്മയുടെ കൂടെ നിൽക്കാൻ അനുയായികൾക്ക് സാധ്യമായില്ല. ആ അനുയായികളെ പറ്റിയ ലോകം വാഴ്ത്തി പറഞ്ഞത് നിങ്ങൾക്കറിയുമോ? നീതിപീഠ പോലീസ് സംവിധാനമില്ലാത്ത, പട്ടാള സംവിധാനങ്ങളില്ലാത്ത, രാജ്യം കാക്കാനും നീതിയും ന്യായവും സംരക്ഷിക്കാൻ ഒരു സംവിധാനവും ആവശ്യമില്ലാത്ത ഒരു രാജ്യം, അത് മദീനയിൽ കടന്നുപോയി. ഖന്തക്ക് യുദ്ധം നടക്കുമ്പോ ഖന്തക്കിലെ കടങ്ങ് കീറുമ്പോഴല്ലേ വിശന്നു വലഞ്ഞ സഹാബത്ത്? ഏതാണ് ഈ അനുയായികൾ? വിശന്ന് ഉള്ളിലെ വയറിൽ വേദന കൊണ്ട് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോ കീറുന്ന കടങ്ങിൽ നിന്ന് തണുത്ത കല്ലെടുത്തിട്ട് ആ കല്ല് വയറ്റത്ത് വെച്ച് കെട്ടി. എന്തിനു വേണ്ടി? ആ കല്ലിന്റെ നനവ് വയറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ആ നനവൊന്ന് ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വിശന്നിട്ടാണ് പണിയെടുക്കുന്നതെന്ന് നേതാവ് അറിയാൻ പാടില്ല. എല്ലാവരും കടങ്ങ് കീറുകയാണ്. ഓരോരുത്തർക്ക് മീറ്റർ കണക്കാക്കിയിട്ട് വീതിച്ചു കൊടുത്തു. ആ വീതിച്ചു കൊടുത്ത സ്ഥലം അവർ പണിയെടുക്കുകയാണ്. പണിയെടുക്കുന്നതിനിടയിൽ ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ വിഷമം അറിയരുത്,
വിശപ്പ് കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന് നേതാവിനറിഞ്ഞാൽ തരാൻ അവിടുത്തെ കയ്യിലൊന്നുമില്ലല്ലോ. ആ നേതാവിന് വിഷമമാവൂലേ? ഉമ്മത്ത് മുഹമ്മദ് ഇതൊന്ന് കേൾക്കണം, ഇതൊന്ന് പഠിക്കണം. ഒന്നും കൊടുക്കാനില്ലല്ലോ, വിശപ്പ് തീർക്കാൻ അവരുടെ കയ്യിലൊന്നുമില്ലല്ലോ. സമൃദ്ധമായ ഭക്ഷണം നമ്മൾക്ക് വേണ്ടി ഈ സദസ്സിൽ പോലും ഒരുങ്ങുകയാ. ഈ റസൂലുള്ളാന്റെ മദ്ഹ് ഒന്ന് കേട്ടാൽ വീട്ടുകാർക്ക് പോലും മതിയാവുന്ന തരത്തിൽ ഭക്ഷണം നൽകപ്പെടുകയാണ്. വിശന്ന് വലഞ്ഞ സഹാബത്ത് വേദന അറിയാതിരിക്കാൻ വേണ്ടി അവരൊരു പാട്ട് പാടി. എന്താണ് അവർ പാടിയ പാട്ട്? നഹ്നുല്ലദൂന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖൈന അബദ. നഹ്നുല്ലദൂന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖൈന അബദ. ഞങ്ങളാണ് ഈ പ്രവാചകരോട് ബൈഅത്ത് ചെയ്തവർ, ഞങ്ങൾ ഈ നേതാവിനോട് കരാർ ചെയ്തിട്ടുണ്ട്. അലൽ ജിഹാദി മാ ബഖൈന അബദ. ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം, കൊക്കിന് ജീവനുള്ള കാലത്തോളം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ബൈഅത്ത് ചെയ്തവരാണ് എന്ന്. ലോകത്തെ ഏറ്റവും വലിയ വിശപ്പിന്റെ ഗാനം എന്ന് പറയുന്നത് ഇതാണ് മുഅ്മിനീങ്ങളെ. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവ ഗാനം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ്. ജീവിക്കുന്ന നാടിനെ പ്രതിരോധിക്കാൻ വേണ്ടി കടന്നു കയറുമ്പോ, സായുധരായ ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ അതിർത്തികളെ കടങ്ങ് കീറിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോ ഉള്ളിൽ കത്തുന്ന വിശപ്പ് നേതാവ് അറിയാതിരിക്കാൻ വേണ്ടി വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ ഒരു ജനതയെ ലോകം അതിശയോടുകൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്കറിയുമോ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ജനത എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണം തരണം, ഭൂമിയിലെ ഭക്ഷണം ഞങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്, ഞങ്ങൾ ഫെഡപ്പ്, ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇത് തിന്നിട്ട് ഞങ്ങൾക്ക് മടുത്തുപോയി. അള്ളാഹു ആകാശ ലോകത്തുനിന്ന് കട്ടിത്തേനും അതുപോലെ കാടപ്പക്ഷികളെയും ഇറക്കി കൊടുത്തു. പൊരിച്ച ഭക്ഷണം, നല്ല തേനൊക്കെ ആകാശത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി പാർസൽ വന്നു ആകാശ ലോകത്ത് നിന്ന്. അത് കഴിഞ്ഞ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. യുദ്ധത്തിന് പോകുമ്പോ മൂസാ നബിയുടെ ജനത കൂടെ വന്നു. പകുതിയിലെത്തിയപ്പോ അവര് നിന്നു. അവര് നിന്നിട്ട് എന്താ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക്, നീയും നിന്റെ റബ്ബും പോയിക്കോ, നിങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്യ്, നിന്റെ റബ്ബ് വലിയ കഴിവുള്ള ആളല്ലേ. ഇന്ന ഹൗനാ ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾക്ക് യുദ്ധത്തിന് വരാനാവില്ല, ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കാം, നിങ്ങൾ പോയിട്ട് ജയിച്ചു വരുമ്പോ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവാം. നിങ്ങൾക്കറിയോ, ബദറിന് പുറപ്പെടുമ്പോ മദീനക്ക് പുറത്ത് യുദ്ധത്തിന് മദീനക്കാരായ അൻസാറുകൾ വാഗ്ദാനം ചെയ്തിരുന്നില്ല. യുദ്ധത്തിന് പുറപ്പെടുമ്പോ കൂടെയുള്ളവരുടെ മനസ്സറിയാൻ വേണ്ടി അള്ളാന്റെ ഹബീബ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ ആ ചരിത്രം നീണ്ടു പറയുന്നില്ല, ബദർ നമ്മൾ കേട്ടതാണ്. ബദറിന്റെ ചരിത്രം നമ്മൾക്ക് സുപരിചിതമാണ് മുഅ്മിനീങ്ങളെ. എന്താണ് അള്ളാന്റെ റസൂൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചപ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് കാര്യം പിടികിട്ടി. അൻസാറുകളുടെ നായകനാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലേക്ക് വരുമ്പോ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൂമൂലി സയ്യിദിക്കും, നിങ്ങളെ നേതാവല്ലേ വരുന്നത്, എണീറ്റ് നിന്ന് കൊടുക്കി. നേതാക്കളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ഈ ഉമ്മത്തിന് പാഠം പഠിപ്പിച്ചു. സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചതാ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സംസാരം കേൾക്കുമ്പോ ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് പോലെയുണ്ട്, ഞങ്ങളെ പിന്തുണയുടെ കാര്യത്തിൽ അങ്ങേക്ക് സംശയമുള്ളത് പോലെയുണ്ട്. മദീനക്ക് പുറത്ത് നിങ്ങളെ സഹായിക്കാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ലായിരുന്നുവല്ലോ, അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുള്ളത് പോലെയുണ്ട്. നബി തങ്ങൾ തലയാട്ടിയപ്പോ സഅദ് റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആർത്തിരമ്പുന്ന കടലിലേക്ക് ഇറങ്ങണമെന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ അങ്ങയുടെ കുതിരക്ക് മുമ്പ് ഞങ്ങളുടെ കുതിര ആ വെള്ളത്തിലെത്തുന്നതാണ്. ഏത് പാതാളത്തിൽ ചെന്നിട്ട് യുദ്ധം ചെയ്യാനാണെങ്കിലും അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മദീനക്കാരായ അൻസാറുകളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നേതാവും അനുയായിയും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. നമ്മൾ ഏത് നേതാവിന്റെ കൂടെയാ ഉള്ളത്? ഞാൻ പറഞ്ഞു വന്നത്, ഈസാ നബി അലൈഹിസ്സലാമിന് 12 അനുയായികളാണ് ഉണ്ടായത്, 12 അപ്പോസ്തലന്മാർ. അവരാണ് മത്തായി, ലൂക്ക എന്നൊക്കെ പറയുന്നത്. ഞാൻ ആ നബിമാരെ കുറക്കാൻ വേണ്ടി പറയുന്നതല്ല. സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും ഈ റസൂൽ മറ്റു നബിമാരെക്കാളും എത്രയോ ഉന്നതിയിലാണ്. എല്ലാ നബിമാരെക്കാളും മുകളിലാണ്. ലോകത്തിന്റെ നായകനായ വിശ്വവിമോചകൻ റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഈ നബിയോട് തുല്യതപ്പെടുകയില്ല അവരൊന്നും ഫീ ഇൽമിൻ വലാ കറമി, മഹോന്നതിയുടെ വിഷയത്തിലോ മഹത്വത്തിന്റെ വിഷയത്തിലോ ഇൽമിന്റെ വിഷയത്തിലോ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോ എത്ര മനോഹരമാണ് ഓരോ ഘട്ടങ്ങളും. ഈ റസൂലുള്ളാഹിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നബി തങ്ങൾ വഫാത്തായി എന്ന് പറയുന്ന കേട്ടപ്പോഴല്ലേ മദീനയുടെ പരിസരത്ത് ഒരു തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സെയ്ദ് എന്ന് പറയുന്ന ഒരു സഹാബി. വഫാത്തിന്റെ രംഗം അത് വല്ലാത്ത ഒരു രംഗമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നതേ ഇല്ല. അള്ളാന്റെ ഹബീബ് മദീനയിൽ വഫാത്തായി. 63-ാമത്തെ വയസ്സിൽ വഫാത്തായപ്പോ ഈ സഹാബി മദീനത്തെ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ സഹാബിയുടെ മകൻ ഈ തോട്ടത്തിലേക്ക് ഓടി വന്നു. വാപ്പയുടെ അടുത്തേക്ക് മകൻ അസാധാരണമായ ഒരു ഓടി വന്നിട്ട് വാപ്പയുടെ അടുത്ത് വന്നിട്ട് വാപ്പയോട് പറയുകയാണ്, ലോകത്തിന്റെ വെളിച്ചം അസ്തമിച്ചുപോയി, ലോകത്തിന്റെ നായകർ വഫാത്തായി, അള്ളാന്റെ റസൂൽ വഫാത്തായിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ തോട്ടത്തിൽ ഈ സഹാബി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പാ ലോകത്തിന്റെ വെളിച്ചം, ഏതൊരു കാഴ്ച കാണാൻ വേണ്ടിയാണോ ഈ ഉമ്മത്തിന്റെ കണ്ണ് കൊതിച്ചു പോയത്, ആ നായകർ വഫാത്തായിട്ടുണ്ട്. ഈ വാർത്ത കേട്ടപ്പോ ആ സഹാബി ഹദീസിന്റെ കിതാബുകളിൽ കാണാം, തന്റെ കയ്യിലുള്ള പണിയായുധം നിലത്ത് വെച്ചു, തന്റെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, അനിസ്ലാമികതയുടെ പിന്നാലെ പോകുമ്പോ, ആർഭാടത്തിന്റെ പിന്നാലെ പോകുമ്പോ, തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകുമ്പോ, കൈവന്നുപോയ സുഖ സൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട് ഈ റസൂലുള്ളാഹിന്റെ ഹുബ്ബ് ഈ ഉമ്മത്തിന്റെ കൽബിൽ നിന്ന് ഇല്ലാതാക്കുന്നവരോട് ഒരു താക്കീത് പോലെ ഞാൻ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മൗലിദിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മാറി നിന്നോളൂ. ഇവിടെ ഈ നബിയോട് താല്പര്യമുള്ള ഒരു ജനതയുണ്ട്, ഈ ഹബീബിനോട് താല്പര്യമുള്ള ഒരു ഉമ്മത്ത് ഇവിടെയുണ്ട്. ഹിജ്റ 110 വഫാത്തായ സയ്യിദു താബിഈന ഫിൽ ഇൽമ്, താബിഈങ്ങളുടെ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരല്ലേ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ആ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവർകൾ അവിടുന്ന് പറഞ്ഞതായിട്ട് ഈ ആനത്തിലും അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഹജർ ലൈതമി തങ്ങളുടെ കിതാബിലൊക്കെ കാണാം. എന്താ പറയുന്നത്? ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടെങ്കിൽ, ഉഹദ് മലയോളം, ഉഹദ് എന്ന് പറഞ്ഞാൽ മദീനയിൽ ഒറ്റപ്പെട്ട ഒരു പർവ്വതമാണ്. മദീന ഒരുപാട് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട നാടല്ലേ മക്ക മദീന. ഈ മദീനയിൽ ഒരു പർവ്വതം ഒറ്റക്ക് നിൽക്കുന്നുണ്ട്. ആ പർവ്വതത്തിന്റെ പേരാണ് ഉഹദ്. അതുകൊണ്ടാണ് ആ പർവ്വതത്തിന് അങ്ങനെ പേര് വന്നത്. ആ പർവ്വതത്തിന്റെ മുകളിൽ ലോകനായകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അവരൊന്നിച്ച് കയറി പോകുമ്പോ ഈ പർവ്വതം ഇങ്ങനെ ഇളകാൻ തുടങ്ങി. പർവ്വതം ഇളകി. എന്തിനുള്ള ഇളക്കമാണ്? സന്തോഷത്തിന്റെ ഇളക്കമാണ്. മക്കയിൽ ഒരു കല്ലുണ്ടായിരുന്നു. നബി തങ്ങളെ കാണുമ്പോ ആ കല്ല് സലാം പറയാറുണ്ടായിരുന്നു, മരങ്ങൾ സലാം പറയാറുണ്ടായിരുന്നു. ഈ പർവ്വതം തന്റെ പുറത്ത് കയറി നിൽക്കുന്നത് ആ പർവ്വതത്തിനും കൂടി റസൂലാണ്, ആ പർവ്വതത്തിനു കൂടി റഹ്മത്താണിത്. ആ റസൂൽ വന്നപ്പോ പർവ്വതം ഒന്നിളകി. പർവ്വതം ഇളകിയപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, സിദ്ദീഖാണ്. പിന്നെ കൂടെയുള്ളത് ഷഹീദൈൻ, രണ്ട് ശുഹദാക്കളുമാണ്. കൂടെയുള്ള ഒന്ന് നബിയാണ്, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരാ കൂടെയുള്ളത്? പിന്നെയുള്ളത് സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞത് എന്താ? ഉസ്മാനെ പറ്റി പറഞ്ഞത് എന്താ? റളിയല്ലാഹു അൻഹുമാ ഷഹീദൈൻ. നിന്റെ കൂടെയുള്ളത് ഷഹീദൈൻ, രണ്ട് ശുഹദാക്കളാ. പിൽക്കാലത്ത് വരാൻ പോകുന്ന സംഭവങ്ങൾ അള്ളാന്റെ റസൂൽ കൃത്യമായിട്ട് പറഞ്ഞു. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, അഭിവന്യരായ മൂസ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഴക്കവും തഴക്കവുമുള്ള പണ്ഡിതന്മാർ അവർ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ കരുത്താണ്. അവരുടെ സാന്നിധ്യം ഈ ഉമ്മത്തിന് അനിവാര്യമാണ്. വഴി പിഴച്ചു പോകുന്ന സമൂഹത്തിന്റെ മുമ്പിൽ അന്തസ്സുള്ള നേതൃത്വം നൽകാൻ അവരുടെ സാന്നിധ്യം നമ്മൾക്ക് അനിവാര്യമാണ്. ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്, നമ്മുടെ മഹാനായ നേതാവ് വന്യരായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
ഷംസുലുലമയുടെ കാലശേഷം ഈ ഉമ്മത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്, മഹാനായ ഷംസുലുലമക്ക് ശേഷം ഈ ഉമ്മത്തിന്റെ മഹാനായ നേതാവ് 20 വർഷത്തോളായി സമസ്തയുടെ ഈ കൊടി ഏറ്റുപിടിച്ച് നമ്മളെ മുമ്പിൽ നിൽക്കുന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഷംസുലുലമ 40 വർഷത്തെ സെക്രട്ടറി പദം അലങ്കരിച്ചിട്ട് വിട പറഞ്ഞു പോയപ്പോ വലിയൊരു ശൂന്യതയായിരുന്നു. ആ ശൂന്യതയിലേക്ക് ആര് വരുമെന്നത് സമൂഹം ഉറ്റുനോക്കി. ആരാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുക? ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അഭിമാനമുള്ള നേതൃത്വം നൽകിയ ഷംസുലുലമ വിട പറഞ്ഞു പോയപ്പോ ഷംസുലുലമ ഈ ഉമ്മത്തിന് കണ്ടെത്തിയ പകരക്കാരനാണ് മഹാനായ സൈനുൽ ഉലമ. വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും പരിപൂർണത പോലെ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ സൂര്യ തേജസ്സോടെ ആ പണ്ഡിത നേതാവ് നിലകൊള്ളുമ്പോ അത് നമ്മൾക്ക് കരുത്താണ് മുഅ്മിനീങ്ങളെ. ആ സാന്നിധ്യം നഷ്ടപ്പെട്ടുകൂടാ, ആ തണല് നഷ്ടപ്പെട്ടുകൂടാ. ഏത് പാതിരാത്രിക്കും നമ്മൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അത്താണിയായി ഈ ഉമ്മത്തിന് ആശാകേന്ദ്രമായിട്ട് ആ നേതാവ് വേണം. അവിടുത്തെ നീണ്ട 60 വർഷത്തിലേറെയുള്ള ദർസ് ജീവിതത്തിൽ ആയിരക്കണക്കായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2 വർഷം ആ മഹാനായ നേതാവിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു എന്നതിന്റെ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. വന്യരായ ഉസ്താദിന് കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. 5 വക്ത് നിസ്കാരത്തിലും അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന് ഉല്ലിംതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലക്കാരുടെയും അവസാന കാലക്കാരുടെ ഇൽമ മുഴുവനും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ നാട്ടിലെ ചിലർക്ക് തോന്നുകയാ റസൂലുള്ളാഹിക്ക് ഒന്നും അറിയില്ല, ദൗത്യമേൽപ്പിച്ച് ആ ദൗത്യം നിർവഹിക്കാൻ വന്ന ഒരു പോസ്റ്റ്മാനെ പോലെ സന്ദേശം എത്തിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല മുഅ്മിനീങ്ങളെ, അങ്ങനെയല്ല. ഈ ഹബീബ് അങ്ങനെയല്ല. ഈ ഹബീബിനെ പറ്റി നമ്മൾ പഠിക്കണം. സാന്ദർഭികമായ വരുമാനമുള്ള ആളുകളുണ്ട്, അവരൊക്കെ ഗംഭീരമായിട്ട് പരിപാടിയൊക്കെ നടത്തും. നമ്മൾ ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞ സദസ്സാണ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഇപ്പോ ഒരു ദിവസം നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ മിനിമം 98-100 രൂപയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ സദസ്സിലുള്ളത്. മാസത്തിൽ ഫോണിന്റെ ബില്ല് 100-1000 രൂപയൊക്കെ ഇല്ലാത്തവർ ചുരുക്കാണ്. എന്നാൽ പോലും വാളിന്റെ സദസ്സിൽ കീശ കൈയിട്ടാൽ എന്താണെന്നറിയില്ല, 5 അല്ലെങ്കിൽ 10 രൂപ നോട്ട് മാത്രമാണ് കയ്യിൽ തടയുന്നത്. ഇത് സത്യത്തിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ആഖിറത്തിലേക്കുള്ള കരുതിവെപ്പാണ്. എല്ലാവരും നല്ല നിയത്തോടു കൂടെ ഒന്ന് മനസ്സറിഞ്ഞ് അടുത്ത വർഷം ഈ പരിപാടി ഇങ്ങനൊന്നല്ല, നല്ല കഴിവുള്ള ആളുകളെ കൊണ്ടുവന്ന് ഗംഭീരമായിട്ട് നടത്താൻ ഈ സംഘാടകർക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ സഹായിക്കണം, നിങ്ങളെ പിന്തുണ വേണം. എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്നും എടുക്കാതെ ഇറങ്ങി വന്നാണ് റൂമിൽ നിന്ന്. അപ്പൊ കീശയില് ബസ്സിലൊക്കെ വന്നാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവരും കൊടുക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഉഹുദ് മല, ആ ഉഹുദ് പർവ്വതത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്ബുത് ഉസ്ബുത്, നീ അടങ്ങി നിൽക്കണം. നിന്റെ പുറത്ത് കിടക്കുന്നത് ആരാ? ഒന്ന് നബിയാണ്, പിന്നെ സിദ്ദീഖാണ്, പിന്നെ ഷഹീദൈനിയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 2 മഹത്തുക്കളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ളത്. ഞാൻ പറഞ്ഞു വന്ന ചരിത്രം പൂർത്തീകരിക്കുക. മദീനയിൽ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സഹാബി. ആ സമയത്താണ് മകന് വന്നിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, വാപ്പയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി, നബി തങ്ങൾ വഫാത്തായി. തന്റെ കയ്യിലുള്ള പണിയായുധം നിലത്ത് വെച്ചു. വാനലോകത്തേക്ക് കൈ ഉയർത്തിയിട്ട് ആ സഹാബി ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. ഈമാനുള്ളവരെ നമ്മൾ കാതു കൂർപ്പിച്ച് കേൾക്കണം, ഹൃദയത്തിൽ കൊത്തി വെക്കേണ്ട ചരിത്രമാണ്. ആ സഹാബി എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മ അസ്ഹബ്ബസ്വരി ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അഹദ. അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ എന്നെ അന്ധനാക്കണേ. അല്ലാഹുമ്മ അഅ്മിനി, നീ എന്നെ അന്ധനാക്കണേ തമ്പുരാനെ. ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അഹദ, മുഹമ്മദ് നബി ഇല്ലാത്ത ലോകത്ത് എനിക്കൊന്നും കാണേണ്ടതില്ല തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ചതൊന്നു മാത്രമാണ്, അത് മദീനയുടെ പൂനിലാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ്. മുഅ്മിനീങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്ത് ഹബ്ബാണ്. ഇവിടെ നമ്മളെ നാട്ടിലുണ്ട് താടി വെച്ചിട്ട് തൊപ്പി വെക്കാത്തവരും,
നെരിയാണിക്ക് മേലെ പാന്റ് ഇട്ടിട്ട് കീശയിൽ അറാക്ക് കൊണ്ട് നടക്കുന്നവരൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. കണ്ടാ തോന്നിപ്പോവും അവര് സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്നവരാണ്, വൈകാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. എന്താ പണി? അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിന്റെ സദസ്സുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഉള്ളറിയാം. നിസ്കാരത്തിൽ ഒന്നാമത്തെ സഫിലുണ്ടാവും അൽഹംദുലില്ലാ. ഏത് നല്ല കാര്യം പറഞ്ഞാൽ അവര് മുമ്പന്തിയിലുണ്ടാവും അൽഹംദുലില്ലാ. മൗലിദ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആ വഴിക്ക് കാണൂല. മൗലിദ് ചൊല്ലിയാൽ മാത്രം ശിർക്കായി പോവും. അവര് വലിയ പ്രസംഗം എന്താ, പിന്നീട് പത്രമൊക്കെ ഇറക്കുന്ന ഒരു വിഭാഗമുണ്ട്. സമൂഹത്തിൽ ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്നത് ആ പത്രമാണ്. അല്ലാഹു ആ ഷർറിനെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ വിഭാഗം അവരെന്തോ നല്ല ഗംഭീര മലയാള പ്രസംഗമായിരിക്കും, നല്ല ഇസ്തിരിട്ട വർത്താനം പറയും. എന്താണ് അവര് പറയുക? അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നത്ത് പിന്തുടരലാണ്, അവിടുത്തെ ചെറിയ ജീവിതത്തിൽ പകർത്തലാണ്. ഞാൻ ചോദിക്കട്ടെ, സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഈ സഹാബിയുടെ ചരിത്രം ഇത് സുന്നത്ത് പകർത്തിയതാണോ? ഇത് ഹുബ്ബാണോ? ഇത് മറുപടി പറയേണ്ടതല്ലേ? ആ സഹാബി ദുആ ചെയ്ത, അല്ലാഹു എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഈ സദസ്സിന്റെ അലങ്കാരം കാണുന്നുണ്ട്, അത് കണ്ണെന്ന നിഅമത്തുള്ളത് കൊണ്ടാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഭംഗിയായിട്ട് പോകുന്നത് എങ്ങനെയാ? കണ്ണെന്ന അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തുള്ളത് കൊണ്ടാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. കണ്ണൊന്നടഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ഒറ്റക്കാവും മുഅ്മിനീങ്ങളെ. പിന്നെ ജോലി തരുന്ന സ്ഥാപനം നമ്മളെ മെല്ലെ പറഞ്ഞേക്കും. പിന്നെ എല്ലാരും കൈവിടും. അങ്ങനെ വീട്ടിൽ ഒറ്റക്കിരിക്കുമ്പോ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. ഓടി വന്നിട്ട് കൈ പിടിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോന്റെ മുഖം കാണാതിരിക്കുമ്പോ, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുമ്പിൽ വെച്ചിട്ട് കൈച്ചോളി എന്ന് പറയുന്ന ഭാര്യയുടെ മുഖം ഒന്ന് കാണാതിരിക്കുമ്പോ എല്ലാ തിരിച്ചറിവുണ്ടാവും. അള്ളാഹു കണ്ണെന്ന നിഅമത്തിനെ നമ്മൾക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്ന് രക്ഷ ഉണ്ടാവണമെങ്കിൽ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, ദീനി സ്ഥാപനങ്ങളെ സഹായിക്കാനാവണം. വാഫി കോളേജിനെ പറ്റി നേരത്തെ പരാമർശിക്കപ്പെട്ടു. ഒരൊറ്റ വർഷം 5-6 ഡോക്ടർമാരെ ഈ സമൂഹത്തിലേക്ക് ഉണ്ടാക്കാൻ, അതും ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ. ആ തരത്തിൽ ഇന്ത്യ രാജ്യത്തെ പിന്നോക്കക്കാർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പലരും കളിയാക്കിയിരുന്നു. പിന്നോക്കം നിൽക്കുന്നവർ യാഥാസ്ഥികർ എന്ന് പറഞ്ഞിരുന്നു. യാഥാസ്ഥിക സമൂഹത്തിൽ നിന്ന് ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് BBC-യിലെയും അൽ ജസീറയിലെയും ലേഖകന്മാരാക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധ്യമായത് വാഫി കോളേജ്, ഉദവി കോളേജൊക്കെ ഉള്ളതുകൊണ്ടാണ്. 20 കോടിയിലേറെ രൂപ വില മതിക്കുന്ന 15 ഏക്കറാണ് ഒരാള് പാണക്കാട്ടെ തങ്ങൾ ചോദിച്ചപ്പോ അങ്ങോട്ട് കൊടുത്തത്. പാണക്കാട്ടെ തങ്ങൾ ചോദിക്കാൻ ആളെ പറഞ്ഞയച്ചു. തങ്ങൾ ചോദിച്ചപ്പോ 16 ഏക്കർ സ്ഥലമാണ് സ്വന്തമായിട്ട് ആകെ ഉള്ളത്. 1 ഏക്കർ ബാക്കി വെച്ചിട്ട് 15 ഏക്കർ കൊടുത്തു. തബൂക്കിലേക്ക് പുറപ്പെടുമ്പോ അള്ളാന്റെ റസൂൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചിട്ട് ഇതുപോലെ ചോദിച്ചിരുന്നു. യുദ്ധത്തിന് പോകാൻ വേണ്ടത്ര വാഹനങ്ങൾ ഇല്ലാതെ വന്നപ്പോ ആരാ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന തരുന്നത്? അവർക്ക് ഞാൻ സ്വർഗം ഓഫർ ചെയ്യുന്നു, സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 100 ഒട്ടകത്തെയും ആ ഒട്ടകത്തിന് വഹിക്കാൻ പറ്റുന്ന സാധനങ്ങളും ഞാൻ തന്നോളാം. ആ സമയത്ത് വീണ്ടും നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? ഞാൻ വീണ്ടും സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന്. നമ്മളെ തൊട്ടപ്പുറത്തൊരു വാഫി കോളേജ് ഉണ്ട്, അവിടുത്തെ മക്കളാണ് ഇവിടെ സദസ്സിലിരിക്കുന്നത്. കളമശ്ശേരി മർക്കസ്, നമ്മളെ മർക്കസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണമെന്ന് ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളോട് പറയുകയാണ്. 4-5 വർഷം കഴിഞ്ഞിട്ട് ഒരു മദ്ഹ് റസൂലിന്റെ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുമ്പോ അങ്ങ് കാസർഗോഡെന്നോ കണ്ണൂരിന്നോ മലപ്പുറത്തുനിന്നോ ഒരാൾ വരാതെ ഇതേ എറണാകുളത്തെ ഒരു പണ്ഡിതൻ, ഒരു യുവ പണ്ഡിതൻ നമ്മളെ മുമ്പിൽ ഇങ്ങനെ എണീറ്റ് നിന്ന് അഭിമാനത്തോടെ ലോകത്തിന്റെ നായകനെ പറ്റി കണ്ടമിടറിക്കൊണ്ട് പ്രഭാഷണം നടത്തുമ്പോ അന്ന് നമ്മൾക്ക് അഭിമാനിക്കാം, എന്റെ കീശയിലെ നാണയത്തുട്ടും ആ ശബ്ദത്തിന്റെ കൂടെ ഉണ്ട് എന്ന്. ആ തരത്തിൽ നമ്മളെ സമ്പത്ത് ഉപകാരപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 1600 കോടി രൂപയുടെ സ്വത്ത് ബാക്കി വെച്ചിട്ട് ഒരാൾ മരിച്ചതിന്റെ പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്ത, ഉമ്മയും മക്കളും കൂടിയിട്ട് ചെറിയ മോനെ കുത്തിപ്പരിക്കേൽപ്പിച്ചതിന്റെ വാർത്തയാണ്. സ്വന്തമായിട്ട് സമ്പാദിച്ചിട്ട് മക്കൾക്ക് വേണ്ടി കാത്തുവെച്ച മനുഷ്യൻ ഖബറിൽ ഒരു നേരത്തെ ദുആക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ കടലിലെ മത്സ്യത്തെ കരയിലേക്ക് ഇട്ടാൽ ആ മത്സ്യം എങ്ങനെ പിടക്കുമോ അതുപോലെ ഖബറാളികൾ ദുആക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരുപാട് സമ്പാദിച്ചു, ഈ കാണുന്ന ബിൽഡിങ്ങും എന്റേതാണ്, അപ്പുറത്തല്ലേ ഉസ്താദെ അതും എന്റേതാണ്, പിന്നെ എടപ്പള്ളി ജംഗ്ഷനിലുള്ളതും എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് പോയാൽ ഈ റൂഹ് പോകുന്നതോടുകൂടെ പിന്നെ അതൊന്നും നമ്മളുടേതല്ല, പിന്നെ അത് മക്കളുടേതാ. അവർക്ക് മനസ്സുണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് യാസീൻ ഓതാൻ ഒരു സ്ഥാനമൊക്കെ ഏൽപ്പിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ തന്നെ കരുതി വെക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സമയം ഏകദേശം അവസാനിക്കാറായി. മഹാനായ ആ സ്വഹാബി അള്ളാഹിനോട് ദുആ ചെയ്തതാ. എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മഅമിനി, അല്ലാഹുമ്മഅമിനി, അല്ലാഹുവേ എന്നെ അന്ധനാക്കണ തമ്പുരാനെ. ഞാൻ ഈ ലോകത്ത് കാണാൻ കൊതിച്ചത് മദീനയിലെ പൂനിലാവ് നബിയുനാ റസൂലുള്ളാഹി. എന്റെ കണ്ണിന്റെ ആനന്ദവും റസൂലായിരുന്നു, എന്റെ കണ്ണിന്റെ കുളിർമ, എനിക്ക് ആവേശമുണ്ടായത് അവിടെ നിന്ന് കാണുമ്പോഴാ. ആ റസൂലുള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് കണ്ണ് വേണ്ടതില്ല, എന്റെ കണ്ണെനിക്ക് ആവശ്യമില്ല. അതാണ് ഹുബ്ബ് മുഅ്മിനീങ്ങളെ, അതാണ് ഹുബ്ബ്. നഹ്നുല്ലദൂന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖൈന അബദ. ഇത് പാടിയപ്പോ നബി തങ്ങൾ തിരിച്ചും പാടി, അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പാടി. എന്താ പാടിയത്? അവിടുന്ന് പാടി അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, ജീവിതം എന്ന് പറയുന്നത് ആഖിറത്തിലെ ജീവിതമാണ്. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കേവലം സങ്കല്പമാണ്. അത് ഒരു താൽക്കാലികമായ ഒരു യാത്രയ്ക്കിടയിലെ ഒരു വിശ്രമമാണ്. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷൽ ആഖിറ. ഒരു കല്ല് കൊത്താൻ കഴിയാതെ വന്നപ്പോ അവരൊക്കെ കൊണ്ടുപോയിട്ട് ആ പണിയായത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ പാറ പൊട്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ചില്ലുകൂട്ടിലിരുന്നിട്ട് ദന്തഗോപുരങ്ങളിൽ ഇരുന്നു കൊണ്ട് അനുയായികളെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ആധുനിക കാല നേതാക്കൾക്ക് മുമ്പിൽ, AC റൂമിലിരുന്ന് തെരുവിലേക്ക് അനുയായികളെ ചാവേറുകളായിട്ട് പറഞ്ഞേക്കുന്നവർക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തരട്ടെയോ, ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ആഹ്വാനവും ഏറ്റെടുക്കുന്ന അനുയായികളുടെ ആവേശത്തെ ഒരു നിമിഷത്തെ വാക്പ്രയോഗം കൊണ്ട് മുതലെടുത്തുകൊണ്ട് സുഖലോലുഭതയുടെ ശീതള ഛായയിലേക്ക് സ്വയം പിൻവാങ്ങുന്ന ആധുനിക നേതാക്കൾ ഒന്ന് പഠിക്കണം. ആയുധമെടുത്തിട്ട് കിടങ്ങിലേക്ക് ഇറങ്ങി ലോകത്തിന്റെ നായകൻ, നമ്മളെ നേതാവ്. അന സയ്യിദു വുൽദി ആദം, ആദം സന്തതികളുടെ നേതാവ് ഞാനാണ്. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ആദ്യമായിട്ട് സ്വർഗ്ഗത്ത് പോകുന്ന ആളും ഞാനാണ്. ലാ ഫഖർ, ഇത് നിങ്ങളോട് അഹങ്കാരം പറഞ്ഞതല്ല, ഇത് നിങ്ങളോട് അഭിമാനം പറഞ്ഞതല്ല. ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിനെ നേരിട്ട് കണ്ടു നബിയുന മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിക്ക് പിന്നെ നമ്മളോട് എന്താ അഹങ്കാരം പറയാനാ? പിന്നെന്തിനാ ഇത് പറഞ്ഞത്? നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. പിന്നീട് കുറെ ആളുകൾ വരും, ഈ പ്രവാചകൻ സാധാരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരും. അന്ന് ആ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അന സയ്യിദു വുൽദി ആദം, അന അവ്വലു മൻ യുഹർരികു ഹൽഖത ബാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി താക്കോലിട്ട് കൊണ്ട് തുറക്കുന്ന ആദ്യത്തെ ആളും ഞാനാണെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹ് ആയുധം എടുത്തിട്ട് പണിയെടുത്തു. അവിടുന്ന് കൊത്താൻ വേണ്ടിയിട്ട് ആയുധം പൊക്കിയപ്പോ കണ്ടു എല്ലാവരും ഒരു കല്ലാണ് കെട്ടിയതെങ്കിൽ ഈ റസൂൽ ആരും കാണാതെ 2 കല്ല് വയറ്റത്തേക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട്. 2 കല്ല്. കാളികാവിൽ പോയിട്ട് മണ്ണ് കീറാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. അവിടെ പോയിട്ട് കല്ല് പൊക്കി വെക്കാൻ പാണക്കാട്ട തങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഉള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ. ഇത് കൊടുക്കാൻ ഇപ്പൊ തൗഫീഖില്ലെങ്കിൽ പിന്നെ ഈ സമ്പത്ത് കൊണ്ട് എന്താ ഉപകാരമുള്ളത്? അള്ളാഹു സമ്പത്ത് പലർക്കും കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കും. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഖാറൂനായിരുന്നു. ആ ഖാറൂനെ പറ്റി ഖുർആൻ പറഞ്ഞു, ആ മനുഷ്യൻ ഇന്നും ഭൂമിയിലെ അടിയിലേക്ക് ഇങ്ങനെ ആണ്ട് പോവുകയാണ്. നമ്മുടെ വിഷയം അതൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. ആയുധമെടുത്തിട്ട് കൈ പൊക്കിയപ്പോ 2 കല്ല് കണ്ടു. സ്വഹാബത്ത് കണ്ണ് നിറഞ്ഞുപോയി. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടിയിട്ട് വീട് മുഴുവൻ അരിച്ചു പെറുക്കിയപ്പോ 2 സ്വാൾ ഗോതമ്പ് കിട്ടി. വീട്ടുമുറ്റത്തോടി നടക്കുന്ന ഒരു ചെറിയ ആട്ടിൻകുട്ടിയുണ്ട്. ആട്ടിൻകുട്ടിയെ പിടിച്ചിട്ട് അറുത്തു. ആ സ്വാൾ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എന്റെ ഹബീബ് വിശന്നിരിക്കുകയാണ്. സ്വന്തം വയറ്റിലെ വിശപ്പ് അവർക്ക് ഒരു പ്രശ്നമായിരുന്നില്ല, അവരത് സഹിക്കാൻ പഠിച്ചിരുന്നു. പക്ഷേ കൂടെയുള്ള നേതാവ് വിശക്കുന്നു പറഞ്ഞപ്പോ അവർക്ക് സഹിക്കാനായില്ല. ഈമാനുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ഇത് കേൾക്കുമ്പോ ഒരല്പം ഒരു തരിപ്പുണ്ടാവണം, ഒരു സ്പാർക്ക്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്പാർക്ക്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജാബിർ റളിയല്ലാഹു ഓടി ചെന്നിട്ട് പറഞ്ഞു, ആ ഭക്ഷണം ഉണ്ടാക്കണം. വന്നിട്ട് നബി തങ്ങളെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേക്കും കൂടെ ഒരു 10 ആള്, മാക്സിമം 10 ആൾക്കുള്ള ഭക്ഷണം ഞാൻ എന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്റെ കൂടെ വരണം. ഒരു 10 ആള് വന്നാൽ കഴിക്കാനുള്ള ഭക്ഷണം. അത് കേട്ടപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, എല്ലാവരും പണി നിർത്തിക്കോളൂ, സന്തോഷ വാർത്തയുണ്ട്. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന സഹാബത്ത് ഒരു തരി ഭക്ഷണം വയറ്റത്തേക്ക് പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സംരക്ഷണ തീർത്തത്? ഉള്ള ഈമാനിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കീശയിലെ പണം ചെലവഴിക്കുന്നവരോട് പറയാനുള്ളത്, ഉഹുദിലെ ഖുറൈശികളെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ ഒരു താക്കീതുണ്ട്. എല്ലാവരോടും പറഞ്ഞു, പണി നിർത്തിക്കോളൂ. നമ്മളെ സഹോദരൻ ജാബിർ നമ്മൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. ആയിരക്കണക്കിന് ആളുകൾ പുറപ്പെട്ടു. ജാബിർ റളിയല്ലാഹു അന്തം വിട്ടു നിന്നു. യാ റസൂലല്ലാഹ്, ഒരു 10-ലധികം ആൾക്ക് കഴിക്കാൻ ഒന്നും എന്റെ വീട്ടിലില്ല. നബി തങ്ങൾ പറഞ്ഞു ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുക, ഞാൻ എത്താതെ ആ മാവ് ഒന്നും ചെയ്യണ്ട, ഞാൻ വന്നാൽ മാത്രമേ കറിയുടെ പാത്രം അടുപ്പ് നിറക്കി വെക്കാൻ പറ്റുള്ളൂ. അള്ളാന്റെ റസൂൽ വന്നു, ഈ മാവിലും ദുആ ചെയ്തു, ആ പാത്രത്തിലും ദുആ ചെയ്തു. ദുആ ചെയ്തിട്ട് പിന്നെ വിളമ്പാൻ പറഞ്ഞു. സ്ത്രീകൾ ഒന്നായിട്ട് ഈ മാവ് എടുത്തിട്ട് റൊട്ടി ചുട്ടു. ഈ കറിപ്പാത്രം ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചപ്പോഴും ആ ഭക്ഷണ തളികയിലെ ഭക്ഷണം അതേപടി ബാക്കിയാണ്. ആയിരക്കണക്കിന് ആളുകൾ എല്ലാരും കഴിച്ചു. മൗലിദിൽ നമ്മൾ അതല്ലേ ചെല്ലുന്നത്, റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. എല്ലാം പറയാനുള്ള സമയമില്ല, സമയം അനുവദിച്ചതിൽ എത്രയോ അപ്പുറം എത്തിയിട്ടുണ്ട്. ഞാൻ 1-2 മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിക്കാം. അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ദിവസം 300ഓളം വരുന്ന സഹാബത്തുണ്ട്. 300ഓളം വരുന്ന സഹാബത്ത്, കുടിക്കാൻ അവർക്ക് വെള്ളമില്ല, വുളൂ ചെയ്യാനുള്ള വെള്ളമില്ല. ആ സമയത്ത് ഒരു ചെറിയ പാത്രത്തിൽ ഒരു അല്പം വെള്ളം ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ കൈ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് സഹാബത്തിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ വുളൂ ചെയ്തോളൂ. എല്ലാവരും വന്നിട്ട് വുളൂ ചെയ്തു. 300 ആള് വുളൂ ചെയ്തു. എല്ലാവരും കുടിച്ചു. അനസ് റളിയല്ലാഹു പറയാണ്, എല്ലാവരും കുടിച്ചു. വേറെ ഒരു ഹദീസിൽ ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭം, അസ്റിന്റെ സമയമായപ്പോ വുളൂ ചെയ്യാനുള്ള വെള്ളമില്ല. സഹാബത്ത് നബി തങ്ങളോട് പരാതി പറഞ്ഞു, വെള്ളമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവിടത്തെ കൈ ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെ ഇറക്കി വെച്ചപ്പോ ജാബിർ റളിയല്ലാഹു പറയാണ്, വിരലിങ്ങനെ വിടർത്തിയിട്ടാണ് വെച്ചത്. വിരലുകൾക്കിടയിൽ വെള്ളത്തിന്റെ പ്രവാഹമായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും വുളൂ ചെയ്തു, വെള്ളം കുടിച്ചു. ഈ സംഭവം പറഞ്ഞ ജാബിർ റളിയല്ലാഹുവിനോട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി ചോദിച്ചു, അന്ന് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ എത്ര പേരാ ഉണ്ടായിരുന്നത്? ആ സമയത്ത് ജാബിർ റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങൾ 1500 പേരുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, 1500. എന്നിട്ട് ജാബിർ റളിയല്ലാഹു പറഞ്ഞു, 1500 അല്ല, 100,000 ആളുണ്ടെങ്കിലും അവർക്ക് മതിയാകുന്നത്ര വെള്ളം ആ കയ്യിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുടിച്ചു, ബർക്കത്തിന് വേണ്ടി കുടിച്ചു, എടുത്തു വെച്ചു. എല്ലാവരും വുളൂ ചെയ്തു. 1500. അസ്ർ നിസ്കാരം മഗ്രിബിന്റെ ഇടയിൽ. അപ്പൊ എത്ര സ്പീഡിൽ, ഏത് മോട്ടോർ വെച്ചതുപോലെ 5 ഇഞ്ചോ എങ്ങനെ വെള്ളം വന്നിട്ടുണ്ടാവും? കൈ വിരലുകൾക്കിടയിൽ. ലോകത്തെ ഏറ്റവും പവിത്രമായ വെള്ളം ആ വിരലുകൾക്കിടയിൽ നിന്ന് വന്ന വെള്ളമാണ്. ആ ചുരുങ്ങിയ വെള്ളം തീർന്നു പോയില്ല. മദീനക്കാർ അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചു. അള്ളാന്റെ റസൂൽ പറഞ്ഞു, മദീനയിലെ ഈന്തപ്പനക്ക് പോലും പുണ്യമുണ്ട്. ആർക്കെങ്കിലും സ്വർഗത്തിലെ ഈന്തപ്പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ മദീനയിലെ ഈന്തപ്പഴം കഴിക്കണമെന്ന്. അജുവ ഈത്തപ്പഴം, അജ്ജിന് ഉംറക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ആളുകൾ കൊണ്ടുവരാറില്ലേ? 3 കഴിക്കണം ഒരു ഹദീസിൽ കാണാം. 5 കഴിക്കണം. രാവിലെ വെറും വയറ്റിൽ ഒരാൾ 5 അജുവ കഴിച്ചാൽ അന്നത്തെ ദിവസം വിഷം ഏൽക്കൂല എന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. പൈസ ഉള്ളവർക്ക് 5 കഴിക്കാം, ഇല്ലാത്തവർക്ക് 3 ഒക്കെ കഴിക്കാം. എന്തുകൊണ്ട് മദീനയിലെ ഈത്തപ്പഴം? ചില പണ്ഡിതന്മാർ പറയാണ്, കാരണം അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാർ ഈന്തപ്പനയുടെ മുകളിൽ കയറി നിന്നിട്ട് കാത്തു നിന്നിരുന്നു. ഈന്തപ്പനയുടെ മുകളിൽ നിന്നിട്ട്. എന്തിനാ? നബി തങ്ങൾ എത്തിയോന്ന് കാണാൻ വേണ്ടി, റസൂലുള്ള വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നത്തെ പോലെ
കമ്മ്യൂണിക്കേഷൻ സൗകര്യമില്ലാത്ത കാലാണല്ലോ. എന്നാ വരാന്നറിയില്ല. 3-4 ദിവസം അവര് കാത്തുനിന്നു. അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ കടന്നു വന്നത്. അങ്ങനെ അവര് കയറി നിന്ന ഈന്തപ്പനക്ക് പോലും മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ. അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ ഒരുപാടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് അത് പറഞ്ഞാൽ തീരാത്തതാണ്. മദ്ഹാണോ പറയേണ്ടത്, ഹുബ്ബാണോ, മുഅ്ജിസത്താണോ, എല്ലാം ഒരു ആശങ്കയാണ്. ഞാനൊരു സമ്മിശ്രമായ സദസ്സായതുകൊണ്ട് പല ഭാഗത്ത് നിന്നായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസറിന് തുടങ്ങിയ സദസ്സാണ്. ഇനിയും ഭക്ഷണം കൊടുക്കലും ദുആവും ഒക്കെ ഉണ്ട്. നീട്ടിപ്പോയാൽ എല്ലാവർക്കും പ്രയാസമാവും എന്നുള്ളത് കൊണ്ട് അർദ്ധോക്തിയിൽ ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ലോകത്തിന്റെ നായകനായിട്ട് കടന്നു വന്ന ഷഫീഉന മുഹമ്മദ് മുസ്തഫ की मोहम्मद से वफा तूने तो हम तेरे हैं ए जहां चीज है क्या लौहो कलम तेरे हैं. അള്ളാന്റെ റസൂലിനോടുള്ള വാഗ്ദാനം നിറവേറ്റാൻ മദീനക്കാര് ചെയ്തതുപോലെ, അവിടുത്തെ അനുയായികൾ ചെയ്തതുപോലെ ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഉമ്മത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഉമ്മത്തിന് മോചനത്തിന്റെ വഴി അതാണ്. മോചനത്തിന്റെ വഴി അതാണ്. അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന സമൂഹത്തിന് അള്ളാഹു അവിടുത്തെ ഹുബ്ബിലൂടെ മോചനത്തിന്റെ വഴി കാണിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെ ദുആകളിൽ ഈ വിനീതൻ ഉണ്ടാവണം. നമ്മളെ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. ദാറുലുദയും വാഫി കോളേജൊക്കെ ഉള്ളത് കൊണ്ടാണ് പുതിയ കാലത്ത് നമ്മൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് പണ്ഡിതന്മാർ, യുവാക്കളായ പണ്ഡിതന്മാരുണ്ടായത്. BBC-യിൽ ഒരു ലേഖകൻ ഉണ്ടാവാം. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരനോടുള്ള ദേഷ്യം കൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പോലും പഠിക്കരുത് എന്ന് നമ്മളെ നേതാക്കൾ പറഞ്ഞു. അത് വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിന്നതല്ല. കാലം കഴിഞ്ഞപ്പോ പുത്തനാശയക്കാര് പറഞ്ഞു, സമസ്തക്കാരെന്ന് പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിന്നവരാണ്. നമ്മൾ ഈ അടുത്തൊരു വാർത്ത കേട്ടു. അബ്ദുന്നൂർ എന്ന് പറഞ്ഞ ഞങ്ങളെ ക്ലാസ്സിൽ പഠിച്ച ഒരു ഹുദവി ലോകത്തെ ഇംഗ്ലീഷ് ഭാഷയിലെ ആധികാരിക റഫറൻസ് ആയിട്ടുള്ള ഓക്സ്ഫോർഡ് ഡിക്ഷണറി, ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി, ആ ഡിക്ഷണറിയിലുള്ള പിഴവ് കണ്ടെത്തി കൊടുക്കുക. എന്തിലുള്ള പിഴവ്? അതിലെ ഉച്ചാരണത്തിലെ പിഴവ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഉച്ചാരണത്തിൽ നിങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് ഈ കേരളക്കരയിലെ ഒരു മാപ്പിള ചെക്കൻ ആംഗലേയ ഭാഷയുടെ അപ്പോസ്തലന്മാരോട് വിളിച്ചു പറയുന്ന തരത്തിൽ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവന്നത് ഒരു കാലത്ത് യാഥാസ്ഥികർ എന്ന വിളി ഒരുപാട് കേൾക്കേണ്ടി വന്ന സൈനുൽ ഉലമയുടെയും മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെയും ഒക്കെ ശിഷ്യന്മാരാണ്. അത് സാധ്യമാക്കിയത് ദാറുൽ ഹുദ പോലെ, വാഫി കോളേജ് പോലുള്ള വിപ്ലവകരമായ ആശയങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ നിറം പകരാൻ കഠിനാധ്വാനം ചെയ്ത ദീർഘദീർഘകളായ പണ്ഡിതന്മാരെ കൊണ്ടാണ്. നമ്മളെ നാട്ടിൽ ആ 2 സ്ഥാപനമുണ്ട്. അൽഹംദുലില്ലാ. ഒരു ഹുദവി കോളേജുമുണ്ട്, ഒരു വാഫി കോളേജുമുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ, ഇരുനയനങ്ങളിലെ കൃഷ്ണമണി പോലെ ആ സ്ഥാപനത്തെ ഹൃദയത്തോട് ചേർത്തിട്ട് സ്വീകരിക്കാൻ നാളെയുടെ ഉമ്മത്തിനെ എംപവർ ചെയ്യാൻ പറ്റുന്ന ഉശിരിന്റെ വക്താക്കളായ നേതാക്കൾ, ഉശിരിന്റെ വക്താക്കളായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് സമർപ്പിക്കപ്പെടാൻ ഈ സ്ഥാപനങ്ങൾക്ക് സാധ്യമാവണം. മാത്രവുമല്ല, വിട്ടുപോയതാണ് ബീവി ഖദീജ എന്ന പേരിലുള്ള വഫിയ കോളേജ്. നിങ്ങൾക്ക് മറക്കാനാവില്ല. അഭിമാനത്തോടെ പാണക്കാട്ടെ തങ്ങളിൽ നിന്ന് ഉദവി എന്ന സനത് വാങ്ങുമ്പോ ആ സനത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാനുള്ള ബാഗ് തന്നത് ഈ സദസ്സിലിരിക്കുന്ന ഹുസൈൻ ഹാജിയും ആ സ്ഥാപനത്തിന്റെ പേര് വെച്ചിട്ടാണ്. ഇപ്പോഴും ഉദവി കുടുംബത്തിൽ എവിടെയാ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഇഫ്ലു കോളേജ് ഉള്ളതെന്ന് ചോദിക്കുമ്പോ ആലുവയിൽ ഉണ്ടാവുമെന്ന് മറുപടി പറയുമാറ് ഉദവി സമൂഹത്തിന്റെ മനസ്സ് കവരാൻ ആ ഒരൊറ്റ സംരംഭത്തിലൂടെ സാധ്യമായിട്ടുണ്ട്. വഫിയമാർ ഈ ഉമ്മത്തിന് ആഡംബരത്തിന്റെയും ആഭരണത്തിന്റെയും പിന്നാലെ പോയ യുവതയെ, സഹോദരിമാരെ കൊണ്ടുവന്ന് ദീനീയായ ചലനങ്ങളുടെ പ്രയോക്താക്കളാക്കി മാറ്റാൻ നാളെയുടെ പ്രതീക്ഷ അവരിലാണ്. ആ തരത്തിലേക്ക് ഒരു 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 ഹൈർ ഉമ്മത്തിന്റെ സൃഷ്ടിപ്പിനു വേണ്ടി ഈ വഫിയ കോളേജുമൊക്കെ നിലകൊള്ളുമ്പോ നമ്മൾ അതിന്റെ ഖാദിമീങ്ങളായിട്ട് നിലകൊള്ളണം. എന്തിനെന്ന് ചോദിച്ചാൽ ഒരൊറ്റ സംഭവം പറയട്ടെ. കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് പള്ളി വികസിപ്പിക്കാൻ വേണ്ടി ഖബറിടം ഒന്ന് മാന്തിയപ്പോ ഒരു ഖബർ, 27 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു സഹോദരിയുടെ ഖബർ, ആ ഖബർ തുറന്നപ്പോ ആ സഹോദരി അങ്ങനെ കിടക്കാണ്. എങ്ങനെ കഫം പുട എങ്ങനെ കൊണ്ടുവച്ച മയ്യത്ത് അതുപോലെ ഒരു മൺതരി വീണിട്ടില്ല. ഉടനെ ഉസ്താദ് പറഞ്ഞു മൂടണം. മൂടിക്കഴിഞ്ഞിട്ട് പള്ളിയെ ഖതീബ് കുടുംബത്തെ വിളിച്ചിട്ട് അന്വേഷിച്ചു എന്തേ അങ്ങനെയെന്ന്. ആ മക്കള് പറഞ്ഞു ഉമ്മാന്റെ സ്വഭാവമായിരുന്നു ആര് വന്നാലും മടക്കി അയക്കൂല. രാവിലെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ പറഞ്ഞേക്കൂല.
ഉച്ചക്ക് യാചിക്കാൻ ആര് വന്നാലും അവർക്ക് ചോറ് കൊടുത്തിട്ട് പറഞ്ഞേക്കുകയുള്ളൂ. അതാണ് ഉമ്മ ചെയ്ത പുണ്യമെന്ന്. 27 വർഷങ്ങൾക്കപ്പുറത്ത് ലോകത്തിന് മാതൃകയാകുമാറ് ആ മയ്യത്തൊരു പോറലുമേൽക്കാതെ ഖബറിനകത്ത് കിടന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ദാനത്തിന്റെ പുണ്യം കൊണ്ടാണെങ്കിൽ വഫിയമാരെ ഉണ്ടാക്കുന്ന, ഉദവിമാരെ ഉണ്ടാക്കുന്ന, വാഫിമാരെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ നെഞ്ചോട് സ്വീകരിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ അഭിമാനത്തിന്റെ വർത്തമാനം പറയാൻ, നിയമത്തിന്റെ കണക്ക് പറയുമ്പോ അഭിമാനം പറയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ അവസരം നൽകിയ സംഘാടകരോടുള്ള നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തി നിങ്ങളെ ദുആകളിൽ ഈ വിനീതനെ ഉൾപ്പെടുത്തണം. ഉപരിപഠനത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തൽക്കാലം എറണാകുളത്തേക്ക് വന്നതാണ്. കുറച്ചു കാലം ഈ പരിസരത്തൊക്കെ ആയിട്ടുണ്ടാവും. നിങ്ങളെ ദുആകളിൽ ഈ വിനീതൻ ഉണ്ടാവണമെന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.